അതിൻ്റെ കീമോ ചെയ്യൽ. അത് അങ്ങനത്തെ ലേസർ രശ്മി കടത്തിവിടലാണത്. ഒയിൻകാനും മിൻ ഖബലു ലഫീ ളലാലിൻ മുബീൻ. പണ്ടവർ വൃത്തികേടിലായിരുന്നെങ്കിൽ പോലും അവർ എന്തിൻ്റെ മുന്നിൽ കൊണ്ടയച്ചു? കീമോ ചെയ്തു. എന്താണ് കീമോ? റസൂലുള്ളാഹി നോക്കി. അപ്പോൾ അതന്നെ കീമോ. നിങ്ങളെൻ്റെ കൂടെ അല്ല. വൈൻകാനും മിൻ ഖബലു, ഈ സ്വഹാബികൾ ആണെങ്കിൽ പോലും മിൻ ഖബലു, നബിയെ കാണുന്നതിന് മുമ്പ് ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലാണ്. ആര്? ഈ സ്വഹാബികൾ. നബിയെ കാണുന്നതിന് മുമ്പ് അവർ വ്യക്തമായ വഴികേടിലാണെങ്കിൽ പോലും ഇപ്പോൾ ഇവർ നന്നായി. ഇപ്പൊ ഇവർ നന്നായി. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് ഇവർ വഴിപ്പെട്ടു. وإن كانوا من قبل لفي ضلال مبين. لقد من الله على المؤمنين إذ بعث فيهم رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. നബിയുടെ മുന്നിൽ എത്തുന്നതിന് മുമ്പ് ഇവർ വ്യക്തമായ വഴികേടില്ല, വൃത്തികേട് മാത്രമാണ് ഇവർ. പക്ഷേ നബിയുടെ മുന്നിൽ എത്തിയപ്പോൾ ആ നബിയുടെ ബദൻ, ആ നബിയുടെ നഫ്സ്, മനസ്സിലായില്ലേ? ആ നബിയുടെ പരിശുദ്ധത, അതിൻ്റെ മുന്നിൽ അവരെത്തിയപ്പോൾ ആ തടിയുടെ നൂറാനിയത്തിലേക്ക് ഇവർ സമീപിച്ചപ്പോൾ ഇവർ പണ്ട് വൃത്തികേടിലാണ്. എന്നാലും ഒരു സെക്കൻഡോട് ഇവരാണ് നന്നായി. എന്തുകൊണ്ട്? ഒരു കീമോ നടന്നോടെ. മനസ്സിലായില്ല? അത് കീമോ അല്ലേ? ഇതല്ലേ ആത്മീയമായ കീമോ? മുന്നിൽ എത്തിയപ്പോ നന്നായി. അതിന്മാര് വൃത്തികെട്ടവരാണെങ്കിൽ പോലും ഷെയ്ഖ് അബ്ദുൽ ഖാദറിന്റെ മുന്നിൽ എത്തിയപ്പോ നന്നായി. എന്തേ? വേറൊരു കീമോ ആണ്. വ്യക്തമായ വഴികേടിൽ എത്തിയപ്പോൾ, ഖാജാന്റെ മുന്നിൽ എത്തിപ്പെട്ടപ്പോൾ അവരാണ് ശുദ്ധിയായി. അത് വേറൊരു കീമോ ആണ്. വ്യക്തമായ വഴികേടിലാണെങ്കിലും മമ്പർത്ത പാപ്പാന്റെ മുന്നെത്തിയപ്പോൾ ഒരാൾ നന്നായി. അത് വേറൊരു കീമോ ആണ്. നിന്റെ നഫ്സിനെ നന്നാക്കി എടുക്കണമെങ്കിൽ നിനക്ക് കഴിയില്ല. ലൈസ ബി ഖാരിജിൻ മിൻഹാ, സ്വയം അതിന് പുറത്തു വരാൻ അവർക്ക് കഴിയില്ല. അതിനാണ് അല്ലാഹു തആല ഏത് കാലത്തും മുഅല്ലിമീങ്ങളെ അയച്ചത്. ആ മുഅല്ലിമീങ്ങളാണ് അമ്പിയാ, പിന്നെ ആ അമ്പിയാക്കളുടെ തബഈങ്ങളും. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ഇഹ്സാൻ കൊണ്ട് സ്വഹാബത്തിനെ പിൻപറ്റിയോര്. എന്താണ് ഇഹ്സാൻ? എന്താ ഇഹ്സാൻ? ഇന്നലത്തെ ക്ലാസ് പറഞ്ഞില്ലേ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്. പടച്ചോനെ കണ്ട് ഇബാദത്ത് ചെയ്യുന്നവര് ഓരാണ് മുഹ്സിനീങ്ങൾ, അവരാണ് സ്വഹാബത്ത്. എന്തുകൊണ്ട്? ആജാദ് കീമോ ചെയ്തപ്പോൾ, നബിയുടെ മുന്നിൽ ഒരു കീമോ നടന്നപ്പോൾ ഇവരങ്ങനെയായി, ഇവര് മുഹ്സിനീങ്ങളായി. എന്തായി മുഹ്സിനീങ്ങൾ? അള്ളാഹനെ കണ്ട് ഇബാദത്ത് ചെയ്യുന്നവര്. അതിന്റെ പിന്തുടർച്ചക്കാര് തലികെട്ടിനാരിയല്ല, തലീക്കെട്ടിനെ എതിർക്കല്ല, വെറുതെ തലീക്കെട്ടാണ് വഞ്ചിതനാകണ്ട. ഇവരാരാകണം? പറയടാ, ഇഹ്സാനിലാകണം. എന്താണ് ഇഹ്സാൻ? എന്താണ് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്. മനസ്സിലായില്ലേ? കണ്ടതുപോലെ ഭാഗത്തെടുക്കുക, അഞ്ചൊഴിഞ്ഞു പോണം. അത് ഇടക്കിടക്ക് പണിയെടുക്കണം. എത്രയാണെങ്കിലും കത്തി പണിയെടുക്കണമെങ്കിൽ കടയിക്കണം. കത്തിക്ക് സ്വയം കടയാൻ കഴിയില്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാകാൻ 2026 ഞാൻ എന്നെ കടയാൻ തീരുമാനിച്ച കൊല്ലാണ്. ഇൻഷാ അല്ലാഹ് റബ്ബ് സഹായിച്ചാൽ ഞാൻ ഈ കൊല്ലം എന്നെ കടയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കടയേണ്ട ആയുധത്തിൻ്റെ മുന്നിൽ കൊണ്ടേക്കണം. അപ്പോൾ കടയും. 2026 ഞാൻ നാട് വിടും.
നാളെ വിടുന്ന വിചാരിക്കണ്ട. പക്ഷെ 2026 ഞാൻ നാട് വിടും ഇൻഷാ അല്ലാഹ്. പിന്നെ വരില്ല എന്നല്ല, വരും. എത്ര കാലം നാൾ അറിയില്ല. കടയിൽ കഴിഞ്ഞാൽ തിരിച്ചു വരും. ഈ പണി ഉണ്ടെങ്കിൽ എന്തും വേണം. പണി ഉണ്ടെങ്കിൽ എന്ത് വേണം? കടയണം. പണിയെടുക്കാത്ത ഇത് എന്നെ പറഞ്ഞിട്ട് കാര്യമല്ല. അതിൻ്റെ പൂയി പിടിച്ച് പോയിട്ടുണ്ടാവും. കത്തി 2 സൈസാണ്. പണിയുള്ള കത്തിയും പണിയില്ലാത്ത കത്തി. പണിയില്ലാത്ത കത്തിയാണെങ്കിൽ അതിനെപ്പറ്റി പറയണ്ട, അത് പോയി ചോദിച്ചിട്ടുണ്ടാവും. പണിയുള്ള കത്തിയോ ഇടക്ക കടിയുമാണ്. കത്തി 2 അല്ലേ എന്ന് പറയാം. കത്തി 2 സൈസല്ലേ? ഒന്ന് പണി എടുക്കണ കത്തി, ഒന്ന് പണിയെടുക്കാത്ത കത്തി. പണിയെടുക്കാത്ത കത്തിയാണെങ്കിൽ അത് എത്ര മൂർച്ച കൂട്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ദ്രവിച്ചിട്ടുണ്ടാവും, അത് തുരുമ്പിടിച്ചിട്ടുണ്ടാവും. ഇനി പണി നല്ലോണം മൂർച്ച കൂട്ടി 1-ാം നമ്പറാക്കി കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് മാസം പണിയെടുക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കടയിക്കാതെ പറ്റൂല. അപ്പോൾ 2, 1 അത്. അതിനെപ്പറ്റി കടയ്ക്കലിന് പറയാനോ ഉണ്ടല്ല. 2ാമത്തെ പണിയെടുക്കണ കത്തി. പണിയെടുക്കണ കത്തിയാണ്. പണിക്കനുസരിച്ച് കടയണം. ഇപ്പോൾ ഒരാൾ ആക്കിയൊക്കെ തർക്കാണ്ട് നിന്നോട് പറഞ്ഞാൽ നിർബന്ധ സാഹചര്യം ഇറക്കും. കൂട്ടത്തിലും കുടുംബത്തിലൊക്കെ ആണെങ്കിൽ ഞാൻ നിർബന്ധിക്കും. അപ്പോൾ നമ്മളെ മൂത്തവർ പറയുമ്പോൾ നമുക്ക് ചെയ്യാതൊക്കെ നമുക്ക് കഴിയൂല, എനിക്കിഷ്ടമല്ല, നാല് ഞാൻ കുടുംബം. അപ്പോൾ ഓനർത്തോട്ടെ എന്ന് പറഞ്ഞ് ജ്യേഷ്ഠന്മാരും മൂത്താപ്പാരും മക്കളൊക്കെ അങ്ങനെ കുടുംബത്തിൽ ഒരു ആക്കിയൊക്കെ തീർക്കാനൊക്കെ ആണെങ്കിൽ എൻ്റെ തലയിലിടുക ചെയ്യാം. അപ്പോൾ ഞാൻ പിന്നെയും അവരോട് പറയും. ഈ അറബിൻ്റെ ആളുകൾ പോലെ കണ്ട പിന്നെയും പറയും, എന്ത് കടയണം കേട്ടോ. കാരണം അറവ് എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല. ഒരു അറിവ് കഴിയുമ്പോഴത്തിന് പിന്നെ അവർ കടയിക്കും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. എന്തുകൊണ്ട്? അത്രയും മൂർച്ചയുള്ളത് അല്ലെങ്കിൽ ഉരുവിന് വേദനിക്കും. ഉരുവിന് വേദനിച്ചാൽ നമ്മൾ കൊടുക്കും. മൂർച്ച കുറഞ്ഞാൽ കത്തി കൊണ്ട് ഒരാൾ എന്നെ അർപ്പിച്ചത് വേദന 2 കൊല്ലമായി. വേദന പോണില്ല മനസ്സിൽ നിന്ന്. ഞാൻ എപ്പോഴും ഓർക്കും. ഞാൻ ആ കുടുംബത്തോടെ എന്നെ പലവട്ടം വിളിച്ചു പറഞ്ഞു ഞാൻ ഇടങ്ങാറാക്കി. കാരണം കത്തി കാണാൻ ഭംഗിയുണ്ട്, പക്ഷെ കഴുത്തിലെത്തി വെച്ച് നോക്കുമ്പോൾ മൂർച്ചല്ല. പിന്നെ നമ്മളവിടെ വെച്ചല്ലോ നമ്മൾ കഴിക്കേണ്ടപ്പോൾ വേദന ഇപ്പോഴും. പിന്നെ അത് ഞാൻ എത്ര വട്ടാണ് ഓർത്തെന്ന് കണക്കില്ല, എനിക്ക് സഹിക്കാൻ കഴിയില്ല മനസ്സിൽ. എന്തുകൊണ്ട്? ആ ഉരുവിന് വേദനിക്കും. ഉരുവിന് വേദന കുറയും കത്തിക്ക് എന്തുണ്ടെങ്കിൽ, മൂർച്ചുണ്ടെങ്കിൽ. അപ്പോൾ അറവ് എന്ന് പറയുന്നത് വലിയ പണിയാണ്. ഇവിടെ ഒരു ദബഹ നടക്കേണ്ടത് നിന്റെ നഫ്സിനെയാണ്. അപ്പോൾ ഈ സ്വയം മനസ്സിലായില്ല, എനക്ക് നടക്കൂല, ഈ ജടക്ക് കൊണ്ടിട്ട് എന്ത് ചെയ്യണം? കടയിക്കണം. ഒയിക്കാനും മുബീൻ. എത്ര മൂർച്ചല്ലാത്താണെങ്കിലും നബിൻ്റെ മുന്നത്തെ മൂർച്ച ഉണ്ടാവും. എത്ര ക്യാൻസർ കൊടുത്ത് മുറിച്ചാണെങ്കിലും കീമോ ചെയ്താൽ പോവും. അതിൻ്റെ ലേസർ രശ്മികൾ ഇതിനെ കരിയിക്കും. അതാണ് മുത്തു മുഹമ്മദ് മുസ്തഫ, അമാമൻ നബി മുസ്തഫ. ഹബീബിൻ്റെ കണ്ണിൻ്റെ മുന്നിലെത്തിയാൽ നന്നാവും. പിന്നെ ഈ ഉമ്മത്തിൻ്റെ ഖിയാമത്ത് നാൾ വരെ റസൂലുള്ളാഹിന്റെ പ്രതിനിധികൾ ഉണ്ടാവും, ഓലെ മുന്നിലെത്തണം. ഈ കിതാബ് 10,000 കാണാതെ പഠിച്ചിട്ട് കാര്യമല്ല. വൈകുന്നേരം വരെ ദർസ് നടത്തിയിട്ട് നഫീസ് മിസ്രിയാൻ്റെ വീട്ടിൻ്റെ മുന്നിൽ പോയി ഉത്തരക്കും. ഒന്നിനുമല്ല. ഇമാം ഷാഫിഈ എന്തേ? അത് കടയിലാണ്. അതൊരു കടയിലാണ്. ഇൽമുണ്ടായിട്ട് കാര്യമില്ല, കടയണം. ഷെയ്ബാൻ റായിൻ്റെ അടുത്ത് പോയിക്കും. ആ കുട്ടികളും വിദ്യാർത്ഥികളും നാട്ടിലെ ആലിമ്യങ്ങളൊക്കെ എതിരെ ഷെയ്ബാൻ്റെ അടുത്ത് പോയി. ഷെയ്ബാൻ ആട്ടിടയനല്ലേ, ഷെയ്ബാൻ്റെ അടുത്ത് പോയിരിക്കും. ഷെയ്ബാൻ ആരിഫാണ്. ആരായിരിക്കണത്? മുത്തറസൂള്ള ലോകം കണ്ട ആലിം എന്ന് മുത്തറസൂള്ള സൂചിപ്പിച്ച് പറഞ്ഞ മനുഷ്യൻ ഇമാം ഷാഫിഈ. ഈ ഭൂഗോളത്തിന്റെ ചക്രവാളങ്ങൾ മുഴുവനും വിജ്ഞാനം നടക്കുന്ന ഒരാൾ എനിക്ക് ശേഷം വരും എന്ന് ഹബീബ റസൂൽ പറഞ്ഞ ഇത് ഇമാം ഷാഫിഈ ആണെന്ന് പറയാത്ത ഒരു ഇമാമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നേരത്തെ സൂചിപ്പിച്ച് പറഞ്ഞ പണ്ഡിതനാണ് ആര്? ഇമാം ഷാഫിഈ. എന്നിട്ടും കടയം വെച്ചു കൊടുക്കും. ആരെ വീട്ടിൻ്റെ മുന്നിൽ? നഫീസത്തുൽ മിസ്രിയയുടെ വീട്ടിൻ്റെ പുറത്ത് ചായ്പുണ്ട്, ആ ചായ്പ് പോയി കുത്തിരിക്കും. അവർ വീട്ടിൻ്റെ ഉള്ളിലാണ്, മതി, കടയിലവിടെ നടക്കും. ഷെയ്ബാൻ റായിയുടെ മുന്നിൽ പോയിരിക്കും ഇമാം ഷാഫിഈ. ബാക്കിയുള്ളവരെല്ലാം ആക്ഷേപിക്കും, എന്തിനാ ആട്ടിടേൻ്റെ അടുത്ത് പോയിരിക്കുന്നത്? നമ്മളടുത്തില്ലാത്ത ചിലതായി അക്കറിയും ഇതിനെ പോയിരിക്കണം. നമ്മൾ കിതാബ് പുതിയ പോലെ അവിടെ പോയിരിക്കണം.
മനസ്സിലാവുണ്ട് പറഞ്ഞത്. അവിടെ കടയും എന്തിനെ കടയും? നെഫ്സിനെ കടഞ്ഞു കൊടുക്കും. നെഫ്സിനെ കടഞ്ഞാൽ ഇജ്ജ് നന്നാവും. വയറു പറഞ്ഞാൽ നാട്ടുകാർ നന്നാവും, ഇജ്ജ് നന്നാവൂല. വയറു പറഞ്ഞാൽ നാട്ടുകാർ നന്നാവും. വയറു പറഞ്ഞാൽ നാട്ടുകാർ നന്നാവും. അത് റേഡിയോ മുക്കലാണ്. ഇജ്ജ് പ്രാദേശിക വാർത്ത കാലം വരെ കേട്ടിട്ടില്ല. മനസ്സിലായില്ല? റേഡിയോ വിൽക്കുന്ന പരിപാടിയാണ് വയറു പറയൽ. അതങ്ങനെ മാർക്കറ്റിൽ പോയി ബാംഗ്ലൂരിൽ പോയി ലാട്ട് കണക്കിനും 100 റേഡിയോ വാങ്ങി കൊടുത്തിട്ട് ഈ നാട്ടിൽ കൊണ്ടു കൊടുക്കും. ഓരോ റേഡിയോ എനിക്ക് 100 രൂപ കിട്ടും. നിങ്ങളിൻ്റെ കൂടെ അല്ല. അപ്പോൾ 100 റേഡിയോ കൊണ്ടാൽ എനിക്ക് 10,000 രൂപ കിട്ടും. അങ്ങനെ ഓരോ തവണ 100 റേഡിയോ കൊണ്ടു വെക്കും. നാട്ടിലുള്ളവർക്ക് വിൽക്കണമില്ല. അവർക്ക് എന്താ പണി? കേൾക്കണ പണിയാണ്. എനക്കോ കേൾക്കണ പണിയില്ല, വിൽക്കണ പണിയാണ്. നാട്ടിലെന്താ നടക്കണമെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട്? ഇത് പ്രാദേശിക വാർത്ത. ഇക്കാലം വരെ ഞാൻ നേരം വണ്ടി കയറി പോവുകയാണ്. ഇതന്നെ വയറിൽ. നാട്ടുകാർക്ക് വയറിൽ പണി വയറിലുകൊണ്ട് അമൽ ചെയ്യലാണ്. മൂല്യർക്ക് പണി വയറിൽ പറയാണ്. മൂല്യം നന്നാവില്ല, നാട്ടിലെന്നായാലും. മൂല്യം നന്നാക്കണമെങ്കിലും മൂല്യം വേറെ റേഡിയോന്റെ മുന്നേ പോയി പ്രാദേശിക വാർത്ത കേൾക്കണം. മനസ്സിലായോ? അതന്നെ. ചിന്തിക്ക്, തല കൊടുത്തിട്ട് ചിന്തിക്ക്. നമ്മൾ ഇതന്നെ നമ്മൾ വയറിലൊക്കെ അതാണ്. എല്ലാവരും വയറിനാണ് പഠിക്കണത്. എല്ലാവർക്കും വേണ്ടത് വയറിലാണ്. വയറിൽ പറയണം. IAS പഠിക്കാൻ പോണോല് വരെ നിർത്തിയിട്ട് വയറിൽ പഠിക്കാൻ പോകുക. കാരണം IAS പഠിച്ചവന് മാസത്തിൽ 50,000 കിട്ടുകയാണ്. വയറിൽ പറയണ ദിവസം 50,000 കിട്ടും. അപ്പോൾ കർത്താവ് നിനക്ക് നല്ലത് വയറിലറിയാൻ പോലെ. എന്തേ അങ്ങനെയല്ലേ? അങ്ങനെയായിരുന്നു. അങ്ങനെ കൊറോണക്ക് മുമ്പ് അങ്ങനെ കാലപ്പഴം കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തേ കഴിഞ്ഞിട്ടില്ലേ? ഇപ്പം കഴിഞ്ഞിട്ടില്ലേ? കണ്ട മക്കളെ മുഴുവൻ മൂല്യരാക്കാൻ തീരുമാനിച്ചത് നാട്ടുകാരെപ്പോഴാണ്. ഇതിപ്പോൾ വലിയ ലാഭമുള്ള പണിയാന്ന് മനസ്സിലായി. നിങ്ങൾ തല കൊടുത്തിട്ട് ചിന്തിക്കണം. തല കൊടുത്ത് ചിന്തിക്കണം. ഈ പറഞ്ഞോക്കെ അപ്പം നാട്ടുകാരോട് വയറിൽ പറഞ്ഞാൽ നാട്ടിൽ നന്നാവും. ആര് നന്നാവില്ല? മൂല്യേര് നന്നാവില്ല. എന്തുകൊണ്ട്? മൂല്യേര് ഇത് സ്വന്തം നസ്സിൽ വേറൊരാളിൽ നിന്ന് കേട്ടിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ഇതന്നെ പ്രശ്നം. അപ്പൊ എത്ര മൂർച്ചുള്ള കത്തിയാണെങ്കിലും കടയ്ക്കൽ നടന്നുകൊണ്ടേ ഇരിക്കണം. പണിയുണ്ടോ? കടയാണ്. അതെത്ര മൂർച്ച പോയതാണെങ്കിലും കടയണ ഉപകരണത്തിന് മുന്നിൽ കൊണ്ടുപോയി വെച്ചാൽ അത് കടഞ്ഞ കിട്ടും. മുമ്പ് എങ്ങനെയാണ്? ചോദ്യമല്ല. അത് ഏത് വേസ്റ്റും കുഴിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കത്തിയാണ്. കടയണ ഉപകരണത്തിൽ വെച്ചാൽ മൂർച്ച കിട്ടും. വ്യക്തമായ വഴികേടിലാണെങ്കിലും അവരുടെ നഫ്സിനെ നന്നായി കൊടുത്തു മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം, കടഞ്ഞു കൊടുക്കും. അവരെ തസ്കിയത്ത് ചെയ്യും. തസ്കിയത്ത് എന്ന വാക്ക് ഇതിനു മുമ്പ് നമ്മൾ കേട്ടല്ലോ, തൊട്ടപ്പുറത്ത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. സക്ക യുസക്കി. മനസ്സിലായില്ല? ഇതേ വാക്കാണ് അപ്പുറത്ത് പറയണത്. യത്ലു അലൈഹിം ആയാതിഹി ഫയുസക്കിഹിം. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം. അവർക്ക് ആയത്ത് ഓതി കൊടുക്കും, അവരെ തസ്കിയത്ത് ചെയ്യും മുഹമ്മദ് മുസ്തഫ. ആയത്ത് കേട്ടിട്ട് ഒരു സ്വയമല്ല, അവരെ തസ്കിയത്ത് ചെയ്യാനുള്ള കരുത്ത് ആർക്കുണ്ട്? ഹബീബായ റസൂലുള്ളാഹിയോട് വയുസക്കിഹിം വയുസക്കിഹിം. യുസക്കിയോ? യുസക്കി അഹമ്മു ഉമൂരിൽ അബ്ദി ലമ്മാ ജാഅ ഇലാ ആലമി ദുനിയാ ലിതസ്കിയത്തി നഫ്സിഹി. അവന്റെ നഫ്സിന്റെ തസ്കിയത്തിന് വേണ്ടിയാണ് അവൻ ഈ ഭൂമിയിൽ വന്നത്. അപ്പൊ തസ്കിയത്ത് കിട്ടിയവൻ വിജയിച്ചു. നിസ്കരിച്ചോൻ ജയിച്ചോളന്നില്ല, തോറ്റവും. മനസ്സിലായില്ലേ? വൈലുല്ലിൽ മുസല്ലീൻ ഫവൈലുല്ലിൽ മുസല്ലീൻ. നിസ്കരിച്ചോൻ തോറ്റവും. പക്ഷേ നഫ്സിനെ തസ്കിയത്ത് ചെയ്തവൻ വിജയിക്കും. നിസ്കരിച്ചോൻ തോറ്റവും.
നിസ്കാരത്തിൽ വിജയിക്കണമെങ്കിൽ ഷർത്തുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവിടെ ഷർത്ത് വെച്ചിട്ടാണ് അഫ്ലഹ പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല. ഖദ് അഫ്ലഹ മൻ സക്കാ. ഇതിന് ഷർത്തൊന്നുമില്ല. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പ്രസ്ഥാനം പറയുള്ളൂ. നിസ്കാരത്തുമായി ബന്ധപ്പെടുത്തിയിട്ട് ഫലാഹ് പറയുന്നുണ്ട്, പക്ഷെ അവിടെ ഷർത്ത് പറയുന്നുണ്ട്. എന്ത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടെങ്കിൽ മുഅ്മിനീങ്ങൾ ജയിച്ചു. നിസ്കരിച്ചുകൊണ്ടല്ല, നിസ്കാരത്തിൽ എന്ത് വേണം? ഖുശൂഉം കൂടി വേണം. നിസ്കാരം വേണം, ഖുശൂ വേണം. എന്നാ ജയിച്ചു. നഫ്സിനെ പറഞ്ഞു കൊടുത്തോ. ഖദ് അഫ്ലഹ മൻ സക്കാഹ. നഫ്സിനെ ശുദ്ധിയാക്കിയവൻ ജയിച്ചു. ഞാൻ ഒരു ഷർത്തുമില്ല. ആ പണി ഇവിടെ ആർക്കെടുക്കാൻ കഴിയും? ലൈസ ബിഖാരിജിൻ മിൻഹാ. സ്വയം ശുദ്ധിയാക്കാൻ കഴിയില്ല. ഇവിടെ ആയത്ത് കണ്ടല്ലോ, അൻഅമിലല്ലേ ഇപ്പം നമ്മൾ ആയത്ത് കണ്ടത്. കമൻ മസലുഹു ഫിൽ ദുലുമാതി ലൈസ ബിഖാരിജിൻ മിൻഹാ. കമൻ ഒരാളെ പോലെയാണോ മറ്റവൻ? മസലു അവന്റെ ഉദാഹരണം, അവൻ ഫിൽ ദുലുമാതി, അവൻ എവിടെയാണ്? ഇരുട്ടുകളിൽ കിടക്കാണ്. ലൈസ ബിഖാരിജിൻ മിൻഹാ. സ്വയം അതിന് പുറത്തു ചാടാൻ അവന് കഴിയില്ല. ومن كان ميتا فاحيينا وجعلنا له نورا اي محمدا اي شيخا. മുന്നിൽ ഒരാളെ അല്ലാഹു വെച്ചു കൊടുത്തു. من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. നിനക്കൊരു വലിയ മുർഷിദ് അത്യാവശ്യമാണ്. ഒമയുള്ളിൽ ഒരാൾ വഴികേടിലാവണമെന്ന് അള്ളാഹു നിശ്ചയിച്ചാൽ ഫലൻ തജിദ ലഹു വലിയൻ മുർഷിദ. അവനെ നന്നാക്കുന്ന ഒരു ഉസ്താദിനെ കിട്ടൂല. ഷാർലിക്ക് എന്ത് നോമ്പ് ഉൽക്കലല്ല ചങ്ങായിമാരെ. ഇന്ന് പള്ളർച്ച് തിന്നാൽ വേറെ ദിവസം കള്ളാ വിട്ടിയാൽ മതി. ഇതാണ് വർത്താനം. ഇവിടെ ഇപ്പം നമ്മൾ വിഷയം കിടക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കിടക്കണത് ഹറാമോ ഹലാലും അല്ല. ഹറാമോ ഹലാലൊക്കെ പിന്നത്തെ കാര്യമല്ലേ ചങ്ങായി. അത് ജന നന്നായിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ഈ മീൻ വാങ്ങി, മനസ്സിലായോ പറഞ്ഞത്? ആ മീനജിക്ക് കാട്ടം കളഞ്ഞ് എടുത്തു വെക്കുകയാണ്. അപ്പോൾ അതാണ് ഇപ്പം ഈ ശർത്തും പറഞ്ഞൊക്കെ ഒപ്പിച്ചാൽ നിസ്കാരം നോമ്പൊക്കെ ഈ കാട്ടം കളഞ്ഞു വെക്കണ മീനാ. അത് കൊണ്ടേ വെക്കണ പാലകമ്മ തീട്ടുണ്ടെങ്കിലോ? കാട്ടം കളഞ്ഞിട്ട് വെക്കണ പലക, ആ പലക മറയ തീട്ടാണ് എങ്കിൽ ആദ്യം നോക്കേണ്ടത് മീൻ്റെ കാട്ടോ പലകൻ്റെ തീട്ടോ. നിസ്കാരത്തിന്റെ ശർത്തും പറഞ്ഞപ്പോ നോക്കണേ, എന്റെ നഫ്സ് ഇവിടെ എന്തായി കിടക്കാണ്? പക്കത്തീട്ടതിനാണ്. നമ്മൾ നിസ്കാരത്തിന്റെ ശർത്തും പറഞ്ഞു, നേരത്തെ ഫർത്തും പറഞ്ഞൊക്കെ ഒപ്പിച്ച് നിസ്കരിച്ചോ, നമുക്ക് നല്ലൊരു ഇമാമിനെ കിട്ടിയോ. നിസ്കാരമാണ് ഭയങ്കര ഓത്തോ നിസ്കാരോ നമ്മളങ്ങോട്ടും ആയത്തിലായിപ്പോ ആയിക്കോട്ടെ. എന്നിട്ട് ഈ നിസ്കാരിച്ചിപ്പോൾ എവിടെ വെച്ച്? എൻ്റെ നഫ്സിനെ എൻ്റെ നഫ്സ് നിറച്ചത് എന്താണേനും ചങ്ങായി മനസ്സിലായില്ല. ആദ്യം മീൻ്റെ കാട്ടല്ല കളയണ്ട്, പലകന്റെ തീട്ടാണോ? സത്യല്ലേ? തലക്കൊടുക്ക്. എത്ര നിസ്കാരം നന്നായി ചെന്നാവില്ല. കാരണം നീ കാബീലിന്റെ അതേ നഫ്സാണല്ലോ. പിന്നെ എങ്ങനെ നന്നാകാനാണ്? എങ്ങനെ നന്നാകല്? എങ്ങനെ നന്നാവില്ല മൂല്യരെ. നിങ്ങൾ ബുന്യാവിൽ 12 അല്ല 24 അല്ലെങ്കിൽ തബൂതിരും കാര്യമല്ല നന്നാവില്ല. നന്നാകണവൻ്റെ അടുത്താണ് കൊണ്ടു കൊടുക്കണം. എന്നിട്ട് അതിന് ഭയപ്പെടണം. അബൂ യസീദ് അൽ ബിസ്താമി തങ്ങളെ ഒരു ചരിത്രം 2, 3, 4 വട്ടം ഞാൻ മജ്‌ലിസിൽ പറഞ്ഞിട്ടുണ്ട്. അതെ, അബൂ യസീദ് അൽ ബിസ്താമി തങ്ങളുടെ ഒരു ശിഷ്യൻ 30 കൊല്ലം അബൂ യസീദ് അൽ ബിസ്താമി തങ്ങളെ മജ്‌ലിസിൽ പങ്കെടുത്തിരുന്ന ഒരു ശിഷ്യൻ ഒരു ദിവസം പറഞ്ഞു, എന്ത് അയാൾ മിസ്റിലെ ഖാലിയായിരുന്നു, വലിയ ഖാലിയാണ്. അപ്പോൾ ഖാലിയായ ഈ ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു ഷെയ്ഖിനോട്, അബൂ യസീദ് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ എനിക്ക് 10-30 കൊല്ലമായി നിങ്ങളെ മജ്‌ലിസിൽ വരുന്നത്, എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല, ഒരു നേട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല.
അപ്പോൾ എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്ന ഒരു വഴി നിങ്ങൾ പറഞ്ഞു ചോദിച്ചു, പറഞ്ഞു തരുന്നതാണ്. പറഞ്ഞു തരാം, പക്ഷെ ചെയ്യൂല. അന്നെ ഒരു ദിവസം ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ ഔലിയ പാപ്പയാക്കി തരാം, ഇന്നാക്കി തരാം, പക്ഷെ ചെയ്യൂല. ചെയ്യുന്ന നിങ്ങൾ എന്താണ് ഞാൻ കേൾക്കുന്നത്? ചെയ്യൂല. അല്ല ഞാൻ ചെയ്യുന്ന എന്താ നിങ്ങൾ പറഞ്ഞാൽ മതിയാണ്. നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, എന്നാ ജാതി എൻ്റെ താടി പഠിക്കും. വലിയ മിസറിലെ വലിയ കാലിയല്ലേ, അപ്പം പൂക്കളിൻ്റെ അവിടേക്ക് എത്തണ എന്തുണ്ട് എനിക്ക്? തേനീച്ച കൂടുതലത്തെ താടിയുണ്ട്, അതാദ്യം പഠിക്കാം. ഇത് കേളീൻ ഷേവാക്കുക. പിന്നെ എന്താ എനിക്ക് വേണ്ടത്? പിന്നെ എൻ്റെ ആ തലയെ കെട്ടും നീളം കുപ്പായൊക്കെ കഴിച്ച് വെക്കുക. പിന്നെ ചെറിയ ചാക്ക് തുന്നയിച്ചിട്ട് അത് കഴുത്തിൽ കെട്ടുക. എന്നിട്ട് കഴുത്തിൽ എന്തും കെട്ടുക. ആ കരിമ്പടം കെട്ടിയിട്ട് ഈ മുട്ടയടിച്ച് ഈ താടിയും തലയും കെട്ടൊക്കെ കളഞ്ഞിട്ട് നീ കാളിയായ മല്ലിലെ സൂക്കിൽ പോവുക, അങ്ങാടി പോയി ഇറങ്ങുക. അവിടെ എങ്ങനെ നടന്ന ആളാണ്? വലിയ നീളം കുപ്പായോ, അതിൻ്റെ മേലെ ഒരു വലിയും, അതിൻ്റെ മേലെ മറ്റേ ഈ തൃശ്ശൂരിൽ മരക്കാളിനെ കൊണ്ടു നടക്കുമ്പോഴത്തെ കുറേ സാധനങ്ങളും കൊണ്ടു നടക്കുന്നുണ്ടല്ലോ ചോച്ചാളുകൾ. മനസ്സിലല്ല? ഈ തൃശ്ശൂരിലുണ്ട് പൂരത്തിന് മരക്കാളിനെ കൊണ്ടു നടക്കും. ആ മരക്കാലിൻ്റെ മേലെ പച്ച ചുവപ്പ് അതൊക്കെ അങ്ങനെ വിരിച്ചിടും ആദ്യം. ഇതൊക്കെ വിരിക്കൽ നല്ലതാണ്, പക്ഷെ എൻ്റെ നെഫ്സിനെ തീട്ടം കഴിക്കണം. എൻ്റെ നെഫ്സിനെ തീട്ടം കഴിക്കാതെ ഇത് കൊണ്ടുവന്നാൽ നാട്ടിലെ പാത്തുമ്മാൻ്റെയും ഖദീജാൻ്റെയും മുന്നിൽ ആളാകാൻ എനിക്ക് നടക്കുള്ളൂ. അള്ളാഹ് രക്ഷപ്പെടില്ല. നാട്ടുകാർ പറയും വളമൂല്യാർ കണ്ടാൽ തന്നെ പേടിയോ, എന്നെ കണ്ടാൽ പാത്തുമാക്ക് പേടിയോ, മുങ്കർ നക്കീർ എൻ്റെ ഊരപ്പെട്ടിക്ക് ചവിട്ടും. നമുക്ക് എത്ര കാലം ആ കിതാബ് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടാണ് റേഡിയം വിറ്റു. ഒരു പ്രാദേശിക വാർത്ത എങ്ങനെ എനിക്കൊന്ന് കേട്ടുകൂടായിനോ? തല കൊടുത്തിട്ടുണ്ട്. ആർക്ക് പ്രശ്നം? എനിക്ക് പ്രശ്നം. എനിക്ക് ഞാൻ നന്നാണെങ്കിൽ നമുക്ക് നന്നാക്കി തരട്ടെ. നമ്മൾ ആദ്യം മനസ്സിലായിക്കോളും, നമ്മൾ നന്നായിട്ടില്ല. നമ്മൾ നന്നായാണ്, നമ്മൾ നല്ലവരാണ്, നമ്മൾ വലിയവരാണ്, നമ്മൾ വലിയ. ഇതൊക്കെ തനി വിഡ്ഢികളും പിശാചുക്കൾ തലയെ കയറി നടക്കുന്ന ഒരു നിരങ്ങിയിട്ട് പറയുന്ന വർത്താനമാണ്. അതൊന്നും മോമിനിയങ്ങൾ പറയുന്ന വർത്താനം തന്നെയല്ല. ഞങ്ങൾ നല്ലവരാണ്, ഞങ്ങൾ വലിയവരാണ്, ഞങ്ങൾ വലിയ കൂട്ടരാണ്. ഇതൊക്കെ വിഡ്ഢികൾ, പമ്പര വിഡ്ഢികളുടെ നേതാക്കൾ പറഞ്ഞ വർത്താനാണ്. ഇനി ചെവി വെച്ചു കൊടുക്കരുത്. ഇതൊക്കെ വിഡ്ഢികൾ വർത്താനാണ്. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നമ്മളൊന്നുമല്ല, നമ്മൾ നെഫ്സ് ദസ്സിൽപ്പെട്ടു പോയതാണ്. നമ്മളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. മനസ്സിലാവുണ്ട് പറഞ്ഞിട്ട്. അപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചു. എന്നിട്ട് ഈ ചാക്ക് പുതച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുക? കുറച്ച് ഒരു കീസ് എൻ്റെ ഇവിടെ കെട്ടി തൂക്കുക. കാളിയർ പാപ്പയായ ഇജി മിസ്രിലെ ഇന്നാലിന്ന നാട്ടിലെ കാളിയായ നീ അവിടുത്തെ സൂക്കിൽ പോയി ഈ കോലത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാട്ടുതീ പോലെ നാടാകെ പരക്കും. അപ്പൊ കുട്ടികളൊക്കെ പാഞ്ഞു എന്നെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നീ വിളിച്ചു പറയണം, ഇന്നെ പുറത്ത് തല്ലാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരി, ഞാൻ അവർക്ക് ഈ ഇതിൽ അണ്ടി, പിന്നെ ലൗസ്, അത് ഇത് അണ്ടിപ്പരിപ്പ് ഒക്കെ ഉണ്ട്. അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്, മുട്ടായി ഉണ്ട്. കുട്ടികളെ എൻ്റെ പുറത്ത് തല്ലിക്കോളി കുട്ടികളെ, അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിന് എടുത്തു തരാം എന്ന് പറയാ. എന്നിട്ട് ഒരൊറ്റ ചാല അങ്ങോട്ടും കൊണ്ട് നടക്കുക. ഇജ് പിന്നെ ലൗഹക്ക് നോക്കിയാൽ എനിക്ക് ലൗഹ് കാണാം, ആകാശം എനിക്ക് തടസ്സാവില്ല. അപ്പോൾ കാളി പറഞ്ഞു, ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്ന പണിയാണോ? നിങ്ങൾ വല്ല ദിക്റും പറയുന്ന ഞാൻ വിചാരിച്ചാണ് പോടാറ്, പണിയൊക്കെ പോടാറ്. എൻ്റെ വിചാരിച്ചു കരുത്. അപ്പോൾ എൻ്റെ ഈജാബൻ്റെ ഈ കാളിയുടെ ഈജാബൻ്റെ കിബർ. ഇത് അയാളെ കുറ്റം പറയണ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ നമ്മുടെ ഷെയ്ഖ് ഇയാളെ നന്നാക്കുകയാണ്. നന്നാക്കും ദിവസം കൊണ്ട് കഴിയും. എന്ത് കളയണം? പിന്നെ ആ നാട്ടിൽ മൂപ്പർക്ക് കാളിപ്പണി കിട്ടൂല. അന്ന് പിരിച്ചുവിടും. ഒന്ന് ഇനി വേറെ മാലിനും കാളിപ്പണി കിട്ടൂല. അപ്പൊ മൂപ്പർക്ക് ബോധ്യപ്പെടും റസാഖ് ആരാണ്, റബ്ബാണ്. ഒരുപാട് ഈമാൻ നമുക്ക് കൂടും. പിന്നെ നാട്ടുകാരെ മുഴുവനും കാണുമ്പോഴൊക്കെ പറയും നീ പിന്നെ
പിന്നെ ആ പഴയ തലയെക്കെട്ട് അയാൾ കെട്ടിയവരെ എന്ത് പറയും നാട്ടുകാർ? യഥാർത്ഥ കോലം നമ്മൾ കണ്ടതാ. അപ്പൊ നീ നിന്യനാവും. നീ അസിൽ അബുദാണ്, അബുദ് നിന്യനാണ് പറഞ്ഞല്ലോ. അതെ 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 അതെ. എന്തിനാണ് പിന്നെ തൂപ്പ് പണി ചെയ്തത്? കിബിർ പോകാൻ. കിബിറില്ല, എന്നിട്ടും കളിയാണ്. നാട്ടുകാർ ഒരു കാലത്തും ഞാൻ അംഗീകരിക്കാനല്ല. അപ്പൊ നീ നിന്ദനാവും. നിന്ദനം എവിടേക്ക് മടങ്ങി? നിന്ദനായ എവിടെ എത്തി? അബുദായി. അബുദ് നിന്ദനാണല്ലോ. അപ്പൊ എനിക്ക് കിബിറിന് ചാൻസേ ഇല്ല. ഇനി വലിയൊരു സമ്മേളനത്തിന് എന്നെ വിളിച്ചാൽ തന്നെ മുന്നിലെ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരുത്തം വന്നാൽ എന്നെ അവിടെ നീ ബാക്കി കിട്ടും. മൂപ്പരപ്പം നമുക്കറിയില്ല, നിങ്ങൾ ഇവിടെ ഇരിക്കും മന്നാളെ കേട്ടിട്ട് ഈ കാലിയാരെ ബാക്കി കിട്ടും. ആരും എതിരും പറയില്ല. എന്തുകൊണ്ട്? അപ്പൊ ആ മാലിയാർ തന്നെ പറയും, സ്നാനം കിട്ടും മൂപ്പര അന്ന് നടന്നുകൊണ്ടാകുമ്പോൾ ഇതൊക്കെ ആയത്, നമുക്കൊന്നും പറയാനും പേജ സത്യല്ലേ? അപ്പൊ മൂപ്പരും സ്നാനം കിട്ടും. മൂപ്പര് മാലിയാർ തന്നെ പിന്നെ സമ്മേളനത്തിനൊന്നും മുന്നിൽ പോയി കുത്തിരിക്കൂല. എന്തുകൊണ്ട്? നീ എന്തെങ്കിലും നേരം വിളിച്ച് പറഞ്ഞാൽ അതും കേൾക്കേണ്ടി വരും. ഈ ജാതിര മനസ്സിനാണല്ലോ നമുക്ക് കാലിയെ കിട്ടി. ദലീലാണ്. അവിടുത്തെ മദ്രസ മാലിമിൻ്റെ അടുത്തേക്ക് മന്ത്രിച്ചൂതാൻ പറഞ്ഞാൽ ഇയാളത്ത് കൊടുത്തേക്കൂല. ഇയാളെ നമ്മളെ കുട്ടികളൊക്കെ അന്ന് പെരുന്തല്ലി വെച്ചാൽ അപ്പം എൻ്റെ എന്ത് പോയി? കിബറാണ് പോയി. ജി ഒന്നിനും പറ്റാത്ത അമുക്കാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പം അള്ളാ എന്നെ അന്ന് സ്വീകരിക്കും. ജിബിലീസല്ല. അപ്പം എൻ്റെ നെഫ്സിൻ്റെ തീട്ടൊക്കെ പോയി. ഇനി ഏത് മീനും കാട്ടങ്ങൾക്ക് അയിമക്ക് എടുത്തു വെക്കാം. മനസ്സിലായ നിങ്ങൾക്ക്? എന്നെ നമ്മളിപ്പോൾ ഇതുവരെ നിസ്കാരിച്ചിപ്പോൾ നോക്കുമ്പോൾ നോറ്റി ബിഷാറായിട്ട് ഇറക്കല്ലേ. എന്താ പറഞ്ഞ മാതിരിയൊക്കെ നല്ല എന്താ പറയുക, ഈത്തപ്പഴം മറ്റൊക്കെ കൊണ്ട് നോമ്പോറ്റ് വല്ല തിന്നിട്ടില്ല, ഒന്നുമില്ല. നല്ല ഉഷാറായിട്ട് ഇറക്കുക. അപ്പം ഇത് മീനിൻ്റെ കാട്ടം കളഞ്ഞു. പക്ഷെ വെച്ചത് കൊടുക്കുക തീട്ടത്തിൻ്റെ പലകക്ക്. തീട്ടത്തിൻ്റെ പലകയാണ് അയമൂട്ടി അബ്ദുറഹ്മാൻ റഹ്മത്തുള്ള ഇതൊക്കെ തീട്ടത്തിൻ്റെ പലകകളാണ്. ഞാൻ തീട്ട പലക കഴിക്കണം. അതിന് ആരെത്തുക്കെത്തണം? അതിന് ലൈസ ബിഖാരിജ് കമൻ മസലുഹു ഫിൽ ദുലുമാതി ലൈസ ബിഖാരിജ് മിൻഹ. സ്വയമായി ഇരുട്ടെന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. അല്ലെങ്കിൽ വഹി വേണം. അത് അമ്പിയാക്കൾ കിട്ടി. പിന്നെ അൻബിയാക്കൾ ഇത്തിബാ ചെയ്യണം. വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ഏതാണ് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറ. അപ്പോൾ ഒരു വലിയ അവർ പടച്ചവന് വേണ്ടി പണിയെടുക്കണവരാ. ചെറിയ വിഷയമല്ല ഈ പറഞ്ഞ, ഭയങ്കര വിഷയം. അപ്പം നമ്മൾ ഇത് ഇമാം ഗസാലി തങ്ങൾ പറയാണ്, നിനക്ക് ഈ ഏറ്റവും വലിയ അപകടകാരിയിൽ നിന്ന് റുബ്ബമാ നജിദു ഫിന്നാസ്, നമ്മൾ കാണുന്നുണ്ടല്ലോ, മൻ യഖ്തുലു വയസ്റുഖു വയസ്രിഖു ഫീ റമളാൻ, റമളാനിൽ കൊലപാതകം നടത്തുന്നവരെയും റമളാനിൽ മോഷ്ടിക്കുന്നവരെയും എല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഫമിൻ ഐന ഹാദാ ഫഹദാ മിനൻ നഫ്സി. ഇമാം ഗസാലി മനസ്സിലായില്ല? അപ്പൊ യഥാർത്ഥ കൊലപാതകി ആരല്ല? പിശാചല്ല. ഒന്നാം കൊലപാതകം വരെ ആരാണ് ചെയ്യുന്നത്? നഫ്സ്. പലരും ചോദിക്കുന്ന അംശമാണ്, റമളാൻ മാസത്തിൽ ആരെ കെട്ടണില്ലേ? ശൈത്താനെ കെട്ടണില്ലേ? അപ്പൊ പിന്നെ എങ്ങനെ ഈ തിന്മൊക്കെ ഉണ്ടാകുന്നത്? നിന്നെ കെട്ടണില്ല, ആരെ കെട്ടണുള്ളൂ? ശൈത്താനെ. അത് അള്ളാന്റെ റഹ്മത്താണ്. മനസ്സിലായില്ല? ഉദാഹരണം പറയാം. നമ്മളെ കുട്ടികൾ, നമ്മളെ ഒരു പ്രധാനപ്പെട്ട ഒരു മുറി, ഒരു ഓഫീസ് മുറി, ആ കുട്ടികൾ കളിച്ച് മൂത്രം ഒഴിച്ച് അവിടെ വലിച്ചെറിഞ്ഞ് തിന്നതിൻ്റെ ബാക്കി അവിടെ എറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറുകൂടി തല്ലുകൂടി വൃത്തികേടാക്കിയിട്ടു. അപ്പോഴാണ് വീട്ടിലേക്ക് പിന്നെ പള്ളിയിലെ ഉസ്താദോ അല്ലെങ്കിൽ ഇന്നാലിന് സയ്യിദോ ആരെങ്കിലും വിശിഷ്ടാതിഥിയോ വരുന്നുണ്ട് എന്ന വിവരം ഉമ്മാക്ക് നേരത്തെ പിന്നെ ബാപ്പ ഫോൺ ചെയ്ത് പറഞ്ഞു, ഞാൻ ആളെയും കൊണ്ട് വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ, ആ പിന്നെ മുറിയൊക്കെ നടിച്ചു വേഗം വൃത്തിയാക്കി ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് എത്തും കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ അടിച്ചു വാരാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഉമ്മ എന്താദ്യം ചെയ്യാം?
മൂത്ത കുട്ടീനോട് പറയും, എന്ത് ആ കുട്ടികളെയും കൊണ്ട് താത്താൻ്റെ അവിടെ നിന്ന് പോയിക്കാം. മനസ്സിലായില്ല? ഇത്താത്തന്നെ പേരുണ്ട് അപ്പുറത്ത്. അല്ലെങ്കിൽ കുഞ്ഞാമിന് താത്താൻ്റെ പേരേക്കൊന്ന് പോയിക്കോളി, അവിടെ കുറച്ച് കുറ്റത്തിന് കളിച്ചോളി, എന്നിട്ട് ഞാൻ വിളിക്കട്ടോ, എപ്പോഴാണ് വരണേ വിളിക്കാം. എന്തിനമ്മ ചെയ്യുന്നത്? അടിച്ചു വരുന്ന മുമ്പ് ആദ്യം എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? ആ കുട്ടികളെ മൂത്ത മാളെയും എടുത്ത് നേരെ കുഞ്ഞാമിൻ താത്താൻ്റെ പേരേക്കാണ് പറഞ്ഞേക്കും. ഇവർ പോയാലേ ഇവിടെ എന്തുള്ളൂ, വൃത്തിയാക്കിയിട്ട് കാര്യമുള്ളൂ. കാരണം ഒരു തിരക്കുന്ന വൃത്തിയാക്കുമ്പോൾ അങ്ങനെ മറ്റേ തിരക്കുന്ന പിന്നെ ഇവര്. അപ്പൊ ഇത് വൃത്തിയാക്കാൻ പറ്റിയ അവസരത്തെ സൃഷ്ടിച്ചതാണ് ഈ കുട്ടികളെ പുറത്താക്കിയത്. അപ്പോൾ നിനക്ക് നന്നാകാൻ പടച്ചോൻ സൃഷ്ടിച്ച ഒരു അവസരമാണ്. റമളാൻ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ശൈത്താനെ കെട്ടി തന്നു, ഇത് വൃത്തിയാടാക്കാൻ ആൾ വരൂല, ഒരു മാസം നന്നാക്കിക്കോ. നമ്മൾ ശൈത്താനെ കെട്ടിന്ന് വിചാരിച്ചപ്പോ നമ്മൾ ശൈത്താനൊക്കെ കെട്ടിയല്ലോ, നമുക്ക് ഇജാണ് ശൈത്താനേക്കാൾ 70 ശൈത്താനേക്കാളും അപകടമാണ്. ലോജിക്ക് മനസ്സിലായില്ലേ? മനസ്സിലാണ്ട് പറഞ്ഞത്. ആ മൂത്ത മകൾ പറഞ്ഞു, ഉമ്മച്ചി നിങ്ങൾ അടിച്ചോരിക്കോളൂ, ഞാൻ കുട്ടികളെ കൊണ്ട് പോകാം. അപ്പോൾ ഉമ്മച്ചിക്ക് മകൾ ചെയ്തു കൊടുത്തൊരു റഹ്മത്താണ് എന്ത്? കുട്ടികളെയും കൊണ്ട് അടുത്ത വീട്ടുകൾ പോയി. മുഅ്മിനീങ്ങളെ രക്ഷിതാവായ റബ്ബ്, മൗലയായ റബ്ബ് ചെയ്തെന്ന അനുഗ്രഹമാണ് എന്ത്? നിങ്ങൾ നന്നാണൊരു നന്നായിക്കൊള്ളട്ടോ, മറ്റോരെ ഞാൻ ശരിയാക്കി തരാം. പിടിച്ചട കിട്ടി, ഞോര് വരില്ല, നിങ്ങൾ നന്നായിക്കോളി. നമ്മൾ നന്നാവില്ല. എന്തുകൊണ്ട്? നമ്മൾ നന്നാകാത്ത എന്തുകൊണ്ടാ പറയും? നമ്മൾ നന്നാകാത്ത എന്താ? ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. നമ്മൾ നന്നാകുന്നുണ്ടാ? നമ്മൾ നല്ലവരാണ്, ശൈത്താൻ മാത്ര പ്രശ്നം എന്നാണ് അമുക്കായ നമ്മൾ മനസ്സിലാക്കിയത്. സയ്യിദുൽ അഹംഖ, ദുനിയാവിലെ ഏറ്റവും വലിയ അഹംക്കള നേതാവ് ജന്നെയാണ്, ഞാനാണ്. അനുയായി പറഞ്ഞാൽ അനുയായിയാണ്, നേതാവ് പറഞ്ഞാൽ നേതാവാണ്, സ്റ്റേജ് മക്കാര്യം പറഞ്ഞാൽ ഓനാണ്, സ്റ്റേജ് മുന്ന് ബയർലൻ പറഞ്ഞാൽ ഓനാണ്. ആ ഭൂഗോളം കണ്ട ഏറ്റവും വലിയ നമുക്ക് എന്തില്ലാത്ത കാലത്തോളം, നഫ്സിനെ ശുദ്ധീകരിക്കാത്ത കാലത്തോളം. നഫ്സിനെ ശുദ്ധീകരിച്ചാലോ കിബറിൻ്റെ വർത്താനം പറയില്ല. പോത്തിൻ്റെ ബുദ്ധി ഉണ്ടായാൽ അത് മനസ്സിലാവില്ല. പോത്തിൻ്റെ ബുദ്ധി നേതാവിനുണ്ടാവും, അനുയായിക്കുണ്ടാവും, ബയർലനുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. താഴെയുള്ളവന് പോത്തിൻ്റെ ബുദ്ധി കുറയും, കാരണം എല്ലാവരും അവനെ പോത്തേന്ന് വിളിക്കും. അപ്പോൾ അവന് പോത്തിൻ്റെ ബുദ്ധി കുറയും. നേതാവിനെ എല്ലാവരും നേതാവേന്ന് വിളിക്കുക, മൂപ്പര് പോത്തായി വരും, മൂപ്പര് അറിയില്ല. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? എല്ലാവരും ഒരാളെ കൈതേന്ന് വിളിക്കുമ്പോൾ ഓന് ബോധം ഉണ്ടാവുമല്ലോ, ഞാൻ ആരാണ്, കൈതയാണ്, അതൊരു ബോധമല്ലേ. മറ്റൊരു മാനവർകളെന്ന് പറയുന്നത് മൂപ്പര് കൈതയിരിക്കും. അപ്പോൾ മൂപ്പര് എന്താ വിചാരിക്കണത്? ഞാൻ മാനാണെന്നാണ്. മൂപ്പര് ബസ്സിൽ ആരുമാണ്, മൂപ്പരാരാണ്? മൂപ്പര് കൈതയാണ്. എടാ, നമ്മളെന്നെല്ലാവരും കൈതേന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്കൊരു ബോധം ഉണ്ടല്ലോ. എന്ത്? നമ്മളാരാണ്? ആൾറെഡി കൈതയാണ്. ഇനി നമുക്ക് നന്നായാൽ മതി. അതേ സമയത്ത് നേതാവിന് ആ ബോധം ഉണ്ടാവില്ല, ബയൽ പറയുന്ന ആൾക്കാർ ബോധം ഉണ്ടാവില്ല, സ്റ്റേജിന്റെ മുന്നിൽ പ്രഖ്യാപനം നടത്തുന്നവർക്ക് ബോധം ഉണ്ടാവില്ല. ഓല് വിചാരിക്കും ഞാൻ മാനാണെന്നാ, ഓല അസിൽ കൈതയിരിക്കും. എന്ത് കൈതകളെ? കാരണം മദ്സൂസത്തായ നഫ്സ്. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ. തസ്കിയത്തിന് ഒരാളെ കിട്ടണം. വമൻ യുളിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർശിദാ. ഇത് നന്നാകണമെന്ന് പഠിച്ചോൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അങ്ങനത്തെ ഒരാളെ നിനക്ക് കിട്ടൂല. അപ്പം ഇന്ന് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ ആളുകൾക്ക് അങ്ങനത്തെ ഒരാളെ കിട്ടുന്നില്ല. എന്തുകൊണ്ട്? രണ്ട് കാരണം. അങ്ങനത്തെ ഒരാളെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി. ഈ നിസ്കരിച്ച് മുമ്പ് പോയാൽ മതി എന്നാണ് മനസ്സിലാക്കി. 1, 2 നമ്മളൊക്കെ നല്ലവരാണെന്നും മനസ്സിലാക്കി. നമ്മൾ നല്ല കൂട്ടുകാരുമാണ്, നല്ല പാർട്ടിയാണ്. നമ്മൾ ഇവിടെ തന്നെ ഒരു കൊടിയും പിടിച്ച് പോകുന്നുണ്ട്. ആ കൊടിയും കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോയി, സ്വർഗത്തിലെ ഗേറ്റ് ആ കൊടിയും കൊണ്ട് തന്നാൽ തുറന്നാൽ തന്നെ നമ്മൾ വിചാരിച്ച് മന്ദൂസുകൾ. നല്ല ബുദ്ധിയോടുകൂടെ ചിന്തിക്കണം. ഇവിടെ പ്രശ്നം എന്താണെന്നറിയാം, നമ്മൾ വഞ്ചിതരായ വിവരം നമ്മൾ അറിഞ്ഞിട്ടില്ല. പിശാച് പോലും നമ്മളെ തലയിക്കിടയ്യ.
ജനങ്ങളെല്ലാവരും അങ്ങോട്ട് വളയും, പിശാചിനെ വളയും. മാശറിൽ വിധി കൽപ്പനയൊക്കെ കഴിഞ്ഞപ്പോൾ പിശാച് പറയും, ഇന്നല്ലാഹു വഅദക്കും വഅദൽ ഹഖ്, അല്ലാഹു തആല പറഞ്ഞതെല്ലാം സത്യമായ കരാറുകളാണ്, ആ കരാറെല്ലാം അവൻ പാലിച്ചു. വഅദ്തുക്കും ഫഅഖ്ലഫ്തുക്കും, ഞാൻ നിങ്ങൾക്ക് ചില തെറ്റായ കരാറുകൾ തന്നിരുന്നു, അത് ഞാൻ ലംഘിച്ചു. എന്നാൽ വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താനിൻ, എനിക്ക് നിങ്ങളുടെ മേലൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. എനിക്ക് നിങ്ങളുടെ മേലൊരു അധികാരവും ഒമാക്കാനല്ലി എനിക്കുണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങൾ തെറ്റ് ചെയ്ത കാലത്ത് ഒമാക്കാനല്ലി എനിക്കുണ്ടായിരുന്നില്ല അലൈക്കും നിങ്ങളുടെ മേൽ മിൻ സുൽത്താനിൻ ഒരധികാരവും. അപ്പം ശൈത്താൻ നമ്മളെ മേൽ ഇന്ന് എന്തില്ല? അധികാരമില്ല. ഇല്ലാണ്ടാവത്തും നിങ്ങളെ പ്രേരിപ്പിച്ചു, ക്ഷണിച്ചു. ഫസ്തജബ്തും ലി, നിങ്ങളായി ഉത്തരം തന്നതാണ്. ഫലാതലുമൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആക്ഷേപിക്കരുത്. ഒലൂമു അൻഫുസക്കും, നിങ്ങൾ ആക്ഷേപിക്കേണ്ടത് നിങ്ങളുടെ നഫ്സിനെയാണ്. പ്രശ്നം എല്ലായിടത്തും ഒറ്റ കുറ്റവാളിയാണല്ലോ കാണുന്നത്. ആരാ കുറ്റവാളി? നഫ്സ്. എന്തിനാണ് എങ്ങനെ ശൈത്താൻ പറയുന്നത്? ശൈത്താൻ പുറം ശത്രുവല്ലേ, ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് പറയാൻ ഭയങ്കര സംഭവമല്ലേ ഇത്. നമ്മൾ വിചാരിച്ചൊക്കെ എന്താ, നമ്മൾ ഏറിയ ആളുകളും വിചാരിക്കണം നമ്മളെ പേപ്പിക്കണം ആരാ? ശൈത്താൻ. എന്ത് ശൈത്താൻ? ഒമാക്കാനല്ലീ. സൂറത്ത് ഇബ്രാഹിം ഇത്തരമോനെ ആയത്തമറന്ന് എഴുതിച്ചോളി, എഴുതിക്കണോര് ചോനെ താപ്പ പറഞ്ഞു. قال الشيطان لما قضي الأمر إن الله وعدكم وعد الحق ووعدتكم فأخلفتكم وما كان لي عليكم من سلطان إلا أن دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم ما أنا بمصرخكم وما أنتم بمصرخي إني كفرت بما أشركتموني من قبل إن الظالمين لهم عذاب أليم. സൂറത്ത് ഇബ്രാഹിം 22. വക്കാല ശൈത്താൻ, പിശാച് പറയും, ലമ്മ ഖുദിയൽ അംറു, കാര്യങ്ങളെ വിധി കൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അതായത് മഹ്ശറത്തെ വിധിയൊക്കെ കഴിഞ്ഞു. സ്വർഗത്തിൻ്റെ പാർട്ടി നരകത്തിൻ്റെ പാർട്ടിക്കാണ് വേറിരിഞ്ഞു. അപ്പോൾ നരകത്തിൻ്റെ പാർട്ടിക്കാർ ആരെ വളയും? രാജ്യങ്ങളെ ചതിച്ചില്ല. അപ്പോൾ പറയും, ഇന്നല്ലാഹു വഅദക്കും വഅദൽ ഹഖ്, അള്ളാഹ് പറഞ്ഞതൊക്കെ നേരെയായിരുന്നു. വഅദ്തുക്കും ഫഅഖ്ലഫ്തുക്കും, ഞാൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നു, തെറ്റായ കരാറാണ്. പക്ഷേ ഒമാക്കാനല്ലി എനിക്കുണ്ടായിരുന്നില്ല അലൈക്കും നിങ്ങളുടെ മേൽ മിൻ സുൽത്താനിൻ ഒരധികാരം. നിങ്ങൾ തെറ്റിയത്, നിങ്ങൾ കള്ളുടിച്ച്, നിങ്ങൾ വ്യഭിചരിച്ചു, നിങ്ങൾ സ്റ്റേജമ്മ കയറി വലിപ്പത്തന്നെ കുളൂസും വിട്ട് നടന്നു, നിങ്ങളെ നഫ്സ് നന്നാക്കാൻ നോക്കിയില്ല. എന്നാൽ നിങ്ങൾ വമാക്കാനല്ലി, ഇതൊക്കെ ഞാൻ എൻ്റെ ഒക്കെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും വമാക്കാനല്ലി എനിക്കുണ്ടായിരുന്നില്ല അലൈക്കും നിങ്ങളുടെ മേൽ മിൻ സുൽത്താനിൻ ഒരധികാരമില്ല. പിന്നെ എന്തിനു നിങ്ങൾ എന്നെ ആക്ഷേപിക്കണം? ഫലാതലുമൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇല്ലാണ്ടാവത്തുക്കും. ഞാൻ നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് തിന്മയിലേക്ക്. ഞാൻ ക്ഷണിക്കും, നിങ്ങൾക്കറിയില്ലേ ഞാൻ തിന്മയിലേക്ക് ക്ഷണിക്കാൻ നടക്കാണ്. എത്ര കിതാബ് നിങ്ങൾ ഓതിയതാ? ഫസ്തജബ്തും ലി, നിങ്ങൾ തരാന്നാണ്. പക്ഷേ അപ്പോഴും നിങ്ങളെ തെറ്റ് ചെയ്യിപ്പിക്കാനുള്ള കരുത്തൊന്നും എനിക്ക് ഇല്ല. ഖുർആനല്ലേ അങ്ങ് പറഞ്ഞത്. ഇത് എന്നാണോ പറയാ? മഹ്ശറിലെ എല്ലാ വിധിയും കഴിഞ്ഞു. സ്വർഗത്തിക്കും നരകത്തിക്കും ആളെ തീരുമാനിച്ചപ്പോൾ ഓൻ പറയും, എന്ത് ഓനൻ പറഞ്ഞു, അടാ ഇജാണ് ഞങ്ങളെ ചതിച്ചത്. അപ്പോൾ പറയും, എന്ത് ഞാനല്ല. ഫലാതലുമൂനി, എന്നെ ആക്ഷേപിക്കണ്ട. ഒലൂമു അൻഫുസക്കും, നീ നിൻ്റെ നഫ്സിനെ ആക്ഷേപിച്ചോ, എന്നെ ആക്ഷേപിക്കണ്ട. അപ്പോൾ ഒന്നാം കുറ്റവാളി നഫ്സ്, ഇവിടെയും നഫ്സ്, ഇവിടെയും നഫ്സ്. നീ നഫ്സിനാണ് നന്നാക്കണം. അപ്പോൾ എവിടെ എത്തും? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തമായ നഫ്സ്. അപ്പം ആ നഫ്സ് പഴയ നഫ്സേ അല്ല. ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അപ്പോൾ അത് നഫ്സ് എവിടെത്തി? ദിക്റുള്ളയിലെത്തി. ദിക്റന്നാവിൻ്റെ ദിക്റല്ല, സദാസമയവും ആരിലാണ്? അള്ളാഹ് എന്ന ബോധത്തിൽ. അതാക്കി തരുന്നത് ഷെയ്ഖാണ്, നബിയാണ്, സ്വഹാബിയാണ്, മുന്നിലുള്ളവരാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അവർക്ക് എനിക്ക് കരുത്തുണ്ടാകണം, അവരെ രക്ഷപ്പെടുത്തി തരും. ഇന്ന് ബന്ധപ്പെട്ട ഇന്ന് നല്ലത്, നാളെ ബന്ധപ്പെട്ട നാളെ നല്ലത്. ഒരാളോട് എപ്പോഴും ബന്ധപ്പെടണം. എന്താ ചെയ്യേണ്ടത്? ഏറ്റവും വലിയ സ്വഹബത്താണ്. സ്വഹബത്ത് മനസ്സിലായില്ല.
കിതാബ് ഓത്തുന്നതിനേക്കാളും 1000 കിതാബ് ഓതുന്നതിനേക്കാൾ നല്ലത് ഒരു സെക്കൻഡ് നബിയുടെ മുന്നിൽ പോയി വരിക. അത് സ്വഹബത്ത, ഓത്തല്ല. ഓത്തിൽ കിബിർ വരും, സ്വഹബത്തിൽ കിബിർ വരില്ല. സ്വഹബത്തിൽ കിബിറില്ലാത്തൊരു മനുഷ്യനെ പിന്തുടരുമ്പോൾ നമ്മളിൽ അറിയാതെ എന്ത് പോവും? കിബിറോ? അതിന് പിന്തുടരണം. കിബിറില്ലാത്തവനെ പിൻപറ്റണം പോലെ അതിൻ്റെ ആളാകാൻ വേണ്ടി നടന്നത് കാര്യമല്ല. അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. ഞങ്ങൾ പറയുന്നതിലൊക്കെ കാരണങ്ങളുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ കിബിറില്ലാത്ത മനുഷ്യന്മാരെ പിൻപറ്റി കിബിർ കൊണ്ട് നടക്കുന്ന ആളുകൾ ഈ കേരളത്തിൽ ഇപ്പം ഉണ്ട്. ഒരു കിബിറില്ലാത്ത ആളെ പിൻപറ്റിയാണ് ഇപ്പോൾ. അതാണ് കിബിർ. അങ്ങനെ കിബിറേറ്റ് നടക്കൊണ്ട് പേര് പറയുന്നില്ല. ഞാനൊരു സോഷ്യൽ മീഡിയയിൽ തർക്കം നടക്കണ്ട. ഷെയ്ഖിനെ പിൻപറ്റിയാൽ പോരാ, ഷെയ്ഖിനെ കിബിർ കളയാൻ വേണ്ടി പിൻപറ്റണം. എന്നിട്ട് ആ കിബിർ നിനക്ക് പോക്കിത്തരണം. ഷെയ്ഖും ആകണം. മൂട്ടിലെ മുല പോലെ തന്നെയാണ് കഴുത്തിലെ മുലയും. പക്ഷെ അവിടെ തൂങ്ങിയാൽ പാലിട്ടൂല. കോലത്തിലാണ് മൂട്ടിലെ മുലയും കഴുത്തിലെ മുലയും. ആടിന് കഴുത്തിലെ മുല ഉണ്ടാവും, മൂട്ടിലും മുല ഉണ്ടാവും. സത്യല്ലേ? വെറുതെ വന്ന് നോക്കുമ്പോ മൂട്ടിലും മുലമ ആളുണ്ട്. അപ്പൊ എവിടെ തൂങ്ങി? പറയടാ, എവിടെ തൂങ്ങി? കഴുത്തിലെ മുലയിൽ തൂങ്ങി. അവിടെ ആരുമില്ല. ഹജറുൽ അസ്വദിന്റെ അവിടെ തിരക്കണ്ടപ്പോ റുക്കുൽ യമാന്റെ അവിടെ മുത്തി, അവിടെ ആരുമില്ല. അതിന് കാര്യമില്ല, മുതലൊന്നത്തുമില്ല. മനസ്സിലായില്ല? ഹജറുൽ അസ്വദിന്റെ അവിടെ തിരക്കണ്ടപ്പോ അപ്പുറത്ത് റുക്കുൽ യമാനുണ്ട്, അവിടെ ആരുമില്ല. അവിടെയുണ്ട് ലേശം പിന്നെ കിസുവ പൊന്തിച്ചിട്ട്. അപ്പോൾ ഓനെ എന്ത് ചെയ്തു? അയിമ തൂങ്ങി. ഇനിയിപ്പോൾ അങ്ങോട്ട് തിരക്കുള്ളടത്ത് പോകണ്ട. അതുകൊണ്ട് ഇത് കിട്ടൂല. റുക്കുൽ യമാന് ദോഷം പറപ്പിച്ചു തരില്ല. അതിന് ഹജറുൽ അസ്വദിന്റെ അടുത്ത് തൂങ്ങണം. മൂട്ടിലെ മുലയിൽ തൂങ്ങണ കണ്ടിട്ട് കൈത്തിലെ മുലയിൽ തൂങ്ങണ്ട. കൈത്തിലെ മുലയിൽ ഖിയാമത്ത് വരെ തൂങ്ങിയാലും എന്തുണ്ടാവും? എന്ത് കിട്ടൂല? പാല് കിട്ടൂല. പാലിലോട്ട് തൂങ്ങണം. പാലിലുള്ള ശേഖരം പിടിക്കണം. പാലിൽ അനുഭവം പറ്റണം. അതേ പണിയുള്ളൂ, മറ്റൊന്നും പണിയല്ല. മറ്റേ വേറത്തെ എടുക്കണം പണി എനിക്ക് എടുക്കുക. ഇതത്തെ നിസ്കാരം ജമാഅത്ത് പറഞ്ഞാൽ കൂടിയ അടു പോയി. മനസ്സിലായില്ല? ഒരൊറ്റ തീവണ്ടി കയറിയ ഒരൊറ്റ ആൾക്ക് മാത്രമല്ലേ പണിയുള്ളൂ. വേറൊരു എത്ത പണി? കടല തിന്നാ, മറ്റേ പിന്നെ തീവണ്ടി കയറിയാൽ അതിൻ്റെ ലോക്കോ പൈലറ്റിനല്ലേ പണിയുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്ത്? പാനിപ്പൂരി പറയുമ്പോൾ അത് വാങ്ങി തിന്ന. മനസ്സിലായില്ല? ഓരോരുത്തർക്ക് പൂരി മസാല അങ്ങനെ, അപ്പം പൂരി മസാല മറ്റങ്ങനെ തിന്നുന്ന പണിയാണ് വേറൊരുവർക്ക്. മനസ്സിലായില്ല? പണി ആർക്കേ ഉള്ളൂ. ഇതന്നെ നിസ്കാരം. നിസ്കാരം എന്ന് പറഞ്ഞാൽ തറാവീനാണ് കയറി. പിന്നെ എനിക്ക് ചുറ്റിട്ട് പോലെ അങ്ങനെ പണിയെടുക്കുകയാണ്. നെഫ്സിനെ ശുദ്ധിയാക്കൽ അങ്ങനെയല്ല. ഓരോ ലഹറിനും എനിക്ക് പണി ഉണ്ടാവും. നിസ്കാരത്തിൽ പണി തന്നെയല്ല. ഒറ്റ നിസ്കരിക്കുകയാണെങ്കിലേ പണിയുള്ളൂ. നമ്മൾ 2 3 മറ്റേ 2 മണ്ണിൽ 3 10 മണ്ണിൽ അല്ലേ? സത്യമല്ലേ? ഇതന്നെ നമ്മൾ പൈക്കണ് കയറിയാക്കാൻ അക്ഷരമാണ് കൊടുത്തു. പിന്നെ ഇതുകൊണ്ടൊന്നും കാര്യമല്ല. ഇത് നന്നാവൂല. ഇത് ആദ്യം എൻ്റെ തീട്ടപ്പെട്ടി നന്നാക്ക്. എൻ്റെ തീട്ടപ്പെട്ടി നിൻ്റെ നെഫ്സാണ്, അത് നന്നാക്കണം. അപ്പോൾ അള്ളാഹ് വിളിക്കുക തന്നെ. ഇതേ ഹബീസായ നെഫ്സിനെ റബ്ബ് വിളിക്കുകയാണ്. എന്ത്? അപ്പം അവിടേക്ക് ചെത്തണം. ആ ലാസ്റ്റ് ജുസയിൽ ഈ നെഫ്സിനെ റബ്ബ് വിളിക്കണുണ്ട്. യാ അയ്യത്തുഹന്ന, യാ നഫ്സ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ വാക്കാ. യാ അയ്യത്തുഹ. അയ്യത്തുഹ ബഹുമാനിക്കലിൻ്റെ പരമാവധി ബഹുമാനിക്കലാണ് അയ്യത്തുഹ. എന്തേ? ഈ ഹബീസായ നഫ്സ് അവിടേക്ക് എത്തിക്കണിപ്പോൾ. അള്ളാഹു നഫ്സിനെ എങ്ങനെ വിളിച്ചു? യാ നഫ്സ് എന്നുള്ള വിളിച്ചാൽ തന്നെ വലിയതാ. യാ അയ്യത്തുഹൻ നഫ്സ്. അള്ള പടച്ച നഫ്സിനെ അള്ള ബഹുമാനിച്ചു വിളിക്കുക. എന്തുകൊണ്ട്? മുത്മഇന്ന. ഈ നഫ്സിൽ ഇപ്പം ആരേ ഉള്ളൂ? പറയേ അലാബിദിക്കില്ല. സദാ ദിക്ർ ചിന്തയാണ് ആരിൽ? അള്ളാഹ്. അപ്പം അള്ളാഹ് ബഹുമാനിച്ചു വിളിച്ചു. ഇർജി, തിരിച്ചു വരും. ഇല്ല റബ്ബിക്ക് റാളിയത്ത് മർലിയ. റാളിയത്ത് മർലിയത്താണ്. റാളിയത്ത് മർലിയത്ത്. റാളിയത്ത് നഫ്സ്. റാളിയത്ത് നഫ്സാൻ. റാളിയത്ത് ആരിൽ? അള്ളാഹുവിൽ. നഫ്സ് ഒന്നിനും റാളിയത്തായില്ല. ദുനിയാവ് കോടാനക്കോടി കിട്ടി, റാളിയത്തായില്ല. നഫ്സ് ആരിൽ റാളിയത്തായി? റബ്ബിൽ. പണീൻ്റെ നഫ്സിന്. നഫ്സ് തൊമ്മാണ്. നഫ്സിന് കിട്ടിയ തികയില്ല.
والنفس كالطفلين تهمله شب على حب الرضاع وإن تفتمه ينفطم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والنفس كالطفل ഒരു കുട്ടിയെ പോലെയാണ് തുഹ്മിൽഹു അതിന് നീ സൗകര്യം ചെയ്തു കൊടുത്താൽ ഷബ്ബ അലാ ഹുബ്ബി റളാഇ മുലകുടി ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ യുവാവോ. നഫ്സൊരു കുട്ടിയാ. ഏത് പോലത്തെ കുട്ടിക്ക് ഉമ്മാൻ്റെ മുല ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മാക്ക് എന്തായിന്നറിയോ, ഉമ്മാക്ക് ഗർഭം പ്രസവം കഴിഞ്ഞപ്പോൾ ബാപ്പ തലാക്കിയില്ലേ, പിന്നെ ആ മുല കുടിക്കാൻ ഈ ഒരു കുട്ടിയുള്ളൂ. അപ്പോൾ ഒരു കുട്ടിക്ക് 2 വയസ്സായി 3 വയസ്സായി 4 വയസ്സായി, പിന്നെ കെട്ടിച്ചൂട്ടില്ല, അപ്പോൾ കുട്ടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് ആയാലും കുട്ടിക്ക് എന്ത് വേണ്ടി വരും? ഉമ്മയാകട്ടെ തട്ടിയതുമില്ല, ഇനിയിപ്പോൾ വേറൊരു കുട്ടിയില്ല, അപ്പോൾ വായിലുള്ളോട് സോം കുടിച്ചോട്ടെ. പിന്നെ 5-ാം വയസ്സിൽ കുട്ടീനെ മദ്രസയിലാക്കി. അപ്പോൾ കുട്ടി മദ്രസയിൽ പാഞ്ഞ് തിരിച്ചു വന്നാൽ എവിടേക്കാ വരിക? ലേശം പാലേരി شب على حب الرضاع شب على حب الرضاع شب على حب الرضاع മുലകുടി ഇഷ്ടപ്പെട്ട് ശബ്ബ യുവാവും. ഇനി ഭാര്യയുടെ മുല കിട്ടണവരെ ഉമ്മാൻ്റെ മലമൊന്നും വിടൂല. തുഫ്തിംഹു മുറിച്ചാലോ യംഫത്തിമി മുറിയും. ഒരു ദിവസം വന്നപ്പോൾ ഉമ്മ ഒരൊറ്റ അടിയാണ് കൊടുത്തു. കുറെ കാലപ്പോൾ ജിൻ്റെ ഈമ്പി തിന്നത് നിർത്താനായില്ല. പോത്തിൻ്റെ അത്ര വലുപ്പമല്ലോ. യംഫത്തിമി അടിയിട്ടാൽ നിൽക്കും. അപ്പോൾ ചുണ്ടൊന്ന് വേദനയായി, ലേശം ചുണ്ട് തോലിറങ്ങി പൊട്ടി, ചെറിയ കൂടി 2 ചുറ്റി ചോരയും വന്നു. പിന്നെ അവയ്ക്കൂല. ഇതന്നെ നഫ്സ് കള്ളനാ. അടി കണ്ണെടുത്ത് അടിക്കണം. നഫ്സു കത്തിഫിരി. അതിനെ അടിക്കാൻ പറ്റിയ ആൺകുട്ടികൾ വേണം. ഇജടിക്കൂല. മനസ്സിലായില്ല? ഇജടിക്കൂല, അടിക്കണം. അടിക്കണ്ടോത്തടിക്കണം. ഞെരിയാണിക്ക് താഴെ വസ്ത്രം കണ്ടപ്പോൾ എൻ്റെ വാപ്പനെ അടിച്ചു. ഇപ്പം ഞെരിയാണിൻ്റെ താഴത്തേക്ക് എൻ്റെ വസ്ത്രം വരില്ല. ഉറപ്പായി ഞാൻ പറയാം, എൻ്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ വരില്ല. ഞെരിയാണിക്ക് താഴെ വസ്ത്രം വന്ന തലവേദനയാണ്. തലവേദന എടുക്കും. എന്തുകൊണ്ട്? ആ അടിപ്പുൾ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? എൻ്റെ ബാപ്പനെ അടിച്ചതാ. എന്തിന് പറയാ മോനെ? എന്തിന്? ഞെരിയാണിക്ക് താഴെ വസ്ത്രം കണ്ടപ്പോൾ എൻ്റെ ബാപ്പ എന്നെ അടിച്ചതാണ്. ആ അടിയാണ് കിട്ടിയപ്പോൾ അതവിടെ നിന്നു. പിന്നല്ല, പിന്നെ നമ്മൾ SSLC മറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞെരിയാണിക്ക് ആയ വസ്ത്രം വന്നിട്ടില്ല. ഇപ്പം 10-59 വയസ്സായി. ഇപ്പം ഇനിയിപ്പോൾ കഴിഞ്ഞു ചെയ്തല്ലോ. എന്നെങ്കിലും ഞെരിയാണിക്ക് താഴെ ഒരു വസ്ത്രം എനിക്കൊരാൾ കൊണ്ടുവന്നു. ആ വസ്ത്രം ഞെരിയാണിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ എത്തൂല. അങ്ങനെയാണ് ഒറ്റ വട്ടിട്ടുള്ളൂ, പിന്നെ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ പിന്നെ അത് എൻ്റെ മകന് കൊടുത്തു. എന്നെക്കാൾ നീളമുണ്ട്, പോന് കൊടുത്തു. പോന് ഞെരിയാണിക്ക് എത്തൂല. എനിക്കെന്താ പ്രശ്നം? എനിക്ക് ഞെരിയാണിക്ക് താഴെ വസ്ത്രം വന്നാൽ തലക്ക് വേദന. എന്തുകൊണ്ട്? മുറിച്ചാൽ മുറിയും. അടിയോടെ കിട്ടി. ഇനി ശരിയാവും, ഇനി ലെവലാവും, ഇനി പറ്റൂല. കിട്ടേണ്ടത് മാതിരി കിട്ടി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എൻ്റെ ബാപ്പാൻ്റെ എത്ര വയസ്സുള്ള ഒരു കറുത്ത ആളുടെ ഞങ്ങളുടെ നാട്ടിൽ. ബാപ്പ അയാളെ കറുത്തേ നിൽക്കും. അയാൾ വീട്ടിൽ പണിക്ക് വന്നപ്പോൾ ഞാനും കറുത്തേന്ന് വിളിച്ചുപോയി. അന്ന് പെരുന്തല്ലിട്ടി. ഇനി ഒരു വയസ്സായ മനുഷ്യനെയും അങ്ങനെ വിളിക്കൂല. എന്തുകൊണ്ട്? തുഫ്തിംഹു യംഫത്തിമി. അത് കിട്ടണമെത്ത് കിട്ടി. ആ മുറബി ചിലപ്പോൾ വാപ്പയാവും, ചിലപ്പോൾ അമ്മയാവും, ചിലപ്പോൾ എൻ്റെ ഉസ്താദാവും, അവസാനം എൻ്റെ ഷെയ്ഖാവും. എൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ആളില്ല. ആ ഷെയ്ഖനെ നന്നാക്കി തരും. ഷെയ്ഖിൻ്റെ ഒപ്പം കൂടിയിട്ട് കാര്യമില്ല, നന്നാക്കി തരണം. ആ പണി ഷെയ്ഖ് എടുക്കണം. അതിന് നീ നിൻ്റെ തടി ഷെയ്ഖിലേക്ക് ചേർന്നുകൊണ്ട് നന്നായില്ല. നിൻ്റെ മുന്നിൽ ഒരാൾ വേണം. ആ ആൾ യോഗ്യനുമായിരിക്കണം. ആ ആൾ നിന്നെ നന്നാക്കി തരണം. അപ്പം ചെന്നോ. സ്വയം അതിന് പുറത്തു വരാൻ ഒരാൾക്ക് കഴിയില്ല. മനസ്സിലാവുണ്ട് പറഞ്ഞത്?
അതിന് പണി അങ്ങോട്ട് എടുക്കണം, പണിയെടുക്കാൻ കൊടുക്കണം, പണി എടുക്കണം. അപ്പോൾ ഒരു റമളാനാവും. കാരണം ഇതിപ്പോൾ ഒരു കാര്യമല്ല, ഒരു കാര്യമല്ല. ഫിസിക്കലി സ്പിരിച്വലി എല്ലാ നിലയിലും നമ്മുടെ സമുദായം തകരുക. റമളാൻ ഇന്നലെ ഞാനും ജാബിറും കൂടെ യാത്ര പോവുക, രാത്രി തറാവിന് ശേഷം യാത്ര പോവുക. ഒരു സ്ഥലത്ത് എത്രയോ ചെക്കന്മാർ. അപ്പം എന്താ പ്രശ്നം? തറാവി കഴിഞ്ഞിട്ട് ഇറങ്ങിയതാ. മനസ്സിലായോ പറഞ്ഞത്? ഇന്നലെ മിഞ്ഞാന്ന് ഒരാൾ സോഷ്യൽ മീഡിയയിൽ എഴുതി, ഒരാൾ എനിക്ക് അയച്ചെന്നു. എന്താണെന്നറിയാം, ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികൾ മലബാറില്ല. ഈ നരച്ച് പൊങ്ങണ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഈ വൈകുന്നേരം, ഇത് മുഴുവൻ കിഡ്നി കളയും, സംശയിക്കണ്ട. നിരപ്പിക്കുന്ന എന്തോ ഒന്നയിലുണ്ടല്ലോ ഒരു അപ്പം അതിന് വേണ്ടി ഇറങ്ങാണ്. തറാവി കഴിഞ്ഞിട്ട് നാട് മുഴുവനും എന്താ പറയുക, ഹവ. അപ്പം നോമ്പോറ്റാൻ ആരാ? മനസ്സിലായില്ല? നഫ്സിൻ്റെ ഹവ നോമ്പോറ്റു, നഫ്സ് നോമ്പോൽപ്പിക്കും. എൻ്റെ ആമിർ പടച്ചോനല്ല, എൻ്റെ ആമിർ ആരാണ്? നിൻ്റെ നഫ്സിൻ്റെ ഹവ. മനസ്സിലായില്ല? പറഞ്ഞാൽ തന്നെ തറാവി നിസ്കരിപ്പിച്ചതാരാ? ഹവ. ഹവ എല്ലാം ഹവ 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 തന്നെ, അവല്ലാതെന്താ ഹവ. ഇജ് പള്ളി പ്രസിഡൻ്റാണ്, ഇജ് പള്ളി പ്രസിഡൻ്റ് ആക്കാൻ ഹവ. ഇജ് എൻ്റെ ആളുകളോടൊക്കെ വിളിച്ചു പറഞ്ഞു, നാളെ ജനറൽ ബോഡിയാണ്, അപ്പോൾ എന്നെ പള്ളി പ്രസിഡൻ്റാക്കി. അപ്പം ഇജിപ്പാരാണ്? എന്നെ നിയന്ത്രിക്കുന്ന ആരാ? ഹവ. ഈ പള്ളിയിലെ കാളിയായി ഹവ. നീ വിളിച്ചു പറഞ്ഞിട്ടാണ് എന്നെ സംഘടനയിൽ മെമ്പറാക്കിയത്. എന്താ കാരണം? ഹവ. അപ്പം ഇജിപ്പാരാണ്? ഹവ. ഇജാണ് ജനങ്ങൾ നിയന്ത്രിക്കണത്. ഇജ് ആ സംഘടനയിൽ ആ സ്ഥാനത്തെത്തിയത് എന്തുകൊണ്ടാണ്? ഇജ് വേറുള്ളൊരു ചട്ടം കെട്ടിയിട്ടാണ് എന്നെ നിയന്ത്രിക്കണ ആരാ? ഹവ. അപ്പം ആ സ്റ്റേജ് കയറി കുത്തിറങ്ങാൻ മുഴുവനും ആളുകൾ നിയന്ത്രിക്കണത് എന്താ? ഹവ. അപ്പോൾ ഒരാരാ? അഹ്ബത്ത് മിൻ സബീന ശൈത്താന്. ഈ സ്റ്റേജ് മേൽ ഇരിക്കുന്ന ആളുകൾ, ഞാൻ എല്ലാവരും ആണെന്നും പറയുന്നില്ല, അല്ലാന്നും പറയുന്നില്ല, ആവണോൻ ഒക്കെ. മനസ്സിലായില്ല? ആരെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് ജനങ്ങൾ ഒപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി കുട്ടികളെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഹവ. ഈ അവൻ നഫ്സ് ഹവയ്ക്ക് അടിമപ്പെട്ടു പോയാൽ അവൻ അപകടകാരിയാണ്. ആരെക്കാൾ? അവൻ അപകടകാരിയാണ്. ആരെക്കാൾ? മിൻ സബീന ശൈത്താന്. ആരെക്കാൾ? 70 ശൈത്താനേക്കാൾ എന്ന് അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു. ഇനിയൊരു നബി ലോകത്തുണ്ടാകുകയാണെങ്കിൽ അത് ഇമാം ഗസാലി ആകേണ്ടിയിരുന്നു എന്ന് പറഞ്ഞ ആളുകളും ഇമാമികളുണ്ട്. അത് മീർസ ഒന്നുമല്ല ആകേണ്ടത്, ഇമാം ഗസാലിയാണ് അങ്ങനെ പറഞ്ഞവരുണ്ട്. നബി ഉണ്ട് എന്നല്ല, അത്രയും വലിയ മഹാനാണ് ആര്? ഇമാം ഗസാലി തങ്ങൾ. ആ ഗസാലി തങ്ങളാണ് പറയുന്നത്, എന്ത്? നിന്റെ നഫ്സ് എന്നാൽ 70 പിശാചുക്കളെക്കാൾ വൃത്തികെട്ടോൻ നിന്റെ നഫ്സാണ്. ആ നഫ്സാണ് നോമ്പോറ്റ്, ആ നഫ്സാണ് നിസ്കരിച്ച്, ആ നഫ്സാണ് തറാവീഹ് നിസ്കരിച്ച്, ആ നഫ്സാണ് തഹജ്ജുദ് നിസ്കരിച്ച്, ആ നഫ്സാണ് ഒക്കെ നഫ്സാണ്. ആ നഫ്സാണ് പ്രസംഗിച്ച്, ആ നഫ്സാണ് വയൽ പറഞ്ഞ്. അപ്പം ഇനി എന്ത് ചെയ്യണം? മുറിക്കാൻ കഴിയുന്ന ഒരാളെ കിട്ടണം. അത് മുറിച്ചാണ്ട് ഒഴിവാക്കും. അപ്പം നന്നാവും. ഇല്ലാത്ത കാലത്തോളം 70 ശൈത്താനേക്കാളും അപകടമാവും. ഹജ്ജിന് പോയാൽ നന്നാവില്ല. പലിശ കൊടുത്തിരുന്ന ഒരാൾ ഹജ്ജിന് പോയ സംഭവം ഞാൻ ഈ ക്ലാസ് പറഞ്ഞിട്ടുണ്ടല്ലോ. പലിശ കൊടുത്തിരുന്ന ഒരാൾ ഹജ്ജിന് പോയി. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ അയാളിത് പലിശക്ക് പൈസ വാങ്ങിയിരുന്ന ഒരാൾക്ക് പൈസക്ക് അത്യാവശ്യം വന്നപ്പോൾ ചെന്നു. അപ്പോൾ ഇയാൾ എന്ത് വിചാരിച്ചു? ഈ ചെല്ലണമെന്ന് എന്ത് വിചാരിച്ചു? ഹജ്ജൊക്കെ കഴിഞ്ഞ് ആജിയായില്ലേ, ഇനിയൊന്നും മൂപ്പര് എന്താവില്ല, മനുഷ്യന്മാർക്ക് ഉപകാരം ചെയ്യുന്നല്ലേ, നല്ല മനുഷ്യനായില്ലേ, ഇപ്പോൾ പ്രസവിക്കപ്പെട്ട കുട്ടിയെപ്പോലെ ആയല്ലോ, ഇനിയിപ്പോൾ പലിശ ഒന്നും വാങ്ങൂലായിരിക്കും എന്ന് വിചാരിച്ചാണ്ട് പൈസ ചോദിച്ചാണ്. കുറച്ച് പൈസ ആവശ്യമുണ്ടല്ലോ ആചാര്യാറ്, പൈസ നമ്മളല്ലടാറ്. അങ്ങനെ പിന്നെയും ചെന്നു, 2-ാം ദിവസം ചെന്നു, കുറച്ച് അത്യാവശ്യമാണ്, പൈസ ഒന്നുമില്ല. 3-ാം ദിവസം ചെന്നപ്പോൾ എന്ത് പറഞ്ഞ്? ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടിത്തരാം ആചാര്യ, ഞങ്ങൾ പൈസ എന്തെങ്കിലും ആയിട്ട് തരുന്നാറോ. അപ്പം പറ, അങ്ങനെ പറയും. അതിനെ ഞാൻ ഉണ്ടാകുന്നു. പൈസ കുറച്ച് കൂടുതൽ വന്നു. നമ്മൾ വിചാരിച്ചു കൊടുത്തൊന്നും ചിലവ് നിന്നില്ല. ഇത് പടച്ചവനാണ്, ഇത് റബ്ബിൻ്റെ കലാമാണല്ലോ. ഇതാ പൈസക്ക് പോയ ആളിനോട് പറഞ്ഞത്.
ആ പലിശക്ക് ആ പൈസ ഈ റബ്ബിൻ്റെ കലാമിനെ മുന്നിൽ ചെന്നവൻ പറഞ്ഞത് ആ വ്യക്തിനോട് പറഞ്ഞ സംഭവം അത്. അതായത് ഈ പലിശക്ക് അന്വേഷിച്ച് പോയില്ലേ, എന്നോട് ആ മനുഷ്യൻ അടുത്തിരുത്തി പറഞ്ഞാണ്, മനുഷ്യന്മാർ നന്നാവില്ല കുട്ടിയെ, എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഇന്നാലിന്നാളിന്ന് ഇന്നാലിന് അനുഭവം ഉണ്ടായി. അതിനപ്പോൾ ന്യായവും പറഞ്ഞു. എന്ത് ഞങ്ങൾ പറഞ്ഞ വാക്ക് ഹിക്കാറ്റ് ചെയ്യാൻ ഒരു 10-30 കൊല്ലാകുമ്പോൾ പദങ്ങളിലെ അക്ഷരങ്ങളിലൊക്കെ ചില വ്യത്യാസം ഉണ്ടാവും, എന്നാൽ മഴ ഒന്നാ അത് അങ്ങനെ പറയാം. നമ്മൾ വിചാരിച്ചോടത്തൊന്നും ചിലവ് നിന്നില്ല. അതായത് ഹജ്ജിന് പോയപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും ചിലവായി. അപ്പോൾ ഞാൻ പഴയ ഇതൊന്നും ഇനി പറ്റൂല, നീ കുറച്ച് കൂട്ടിത്തരണം, എന്നാ പൈസ തരാം. പൈസ ഇവിടെ ഉണ്ട്. ആര് പറഞ്ഞു? 5ാമത്തവും കൂടി കഴിഞ്ഞ് യോമൊക്കെ വലുതത്ത് പോകുമ്പോ ഓൻ്റെ ഉമ്മ ഓനെ പ്രസവിച്ച മാതിരി മൂപ്പര് ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങനെ ജനങ്ങൾ അങ്ങനെയല്ലേ പറയാം, മൂപ്പര് അങ്ങനെയല്ലേ കണക്കാക്കുക. തന്നെ ഹജ്ജിന് പോയിട്ടും 6-ന് പോയിട്ടും ഒന്നും മനുഷ്യൻ നന്നാവില്ല. കായബാലയത്തിനെ തൊട്ടുമുത്തി കടന്നുറങ്ങിയിട്ട് മനുഷ്യൻ നന്നാവില്ല. അതിൻ്റെ തൊട്ടപ്പുറത്താണ് അബൂജഹൽ ജനിച്ചത്. മദീനത്ത് പോയി കടന്നുറങ്ങിയിട്ട് നന്നാവില്ല. കാരണം അവിടെയാണ് അബ്ദുല്ലാ ബിൻ ഉബൈ ജനിച്ചത്. ഓനാണ് ഭൂലോക കള്ളൻ, സയ്യിദുൽ മുനാഫിഖീൻ. ഓൻ ജനിച്ചത് ഓനെ കുഴിച്ചിട്ടത് പോലെ തന്നെയാണ്. ഞാൻ മദീനയിൽ എന്നെ കുഴിച്ചിട്ടുകൊണ്ട് ചെന്നാവോ? അത് ചെന്നാവില്ല. അവിടെയും മുനാഫിഖീങ്ങളെ കുഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് നല്ലോനാകണം, ഇത് നല്ലോനാകണം. മനസ്സിലായില്ല? ഇത് നല്ലോനായിട്ട് സാധനം മുക്ക് പണ്ടല്ല. പണ്ടാണെങ്കിൽ പിന്നെ ആലമാരിൽ വെച്ചാൽ അതിൻ്റെ മറ്റേതാ. അൽഹംദുലില്ലാ. മറ്റത് മുക്ക് പണ്ട് ആലമാരിൽ വെച്ച മനുഷ്യന്മാരെ പറ്റിക്കണം. അന്നെക്കൊണ്ടേ മദീനയെ കുറിച്ചിട്ട് ആ ജനങ്ങളെ പറ്റിക്കണം. എന്തിനു പറയണം? മൂപ്പർ മദീനയിലാണ് മരിച്ചത്. മദീനയിൽ ആരും മരിച്ചിട്ടുണ്ട്. പറയടാ, മദീനയിൽ ആരും മരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാ ഇബ്നു ഉബൈ മരിച്ചിട്ടുണ്ട്. മക്കയിൽ അബൂജഹലും ജനിച്ചിട്ടുണ്ട്. ഈ 14 ബദർ ശോതാക്കളെ മറവ് ചെയ്തതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ അബൂജഹൽ കിടക്കുള്ള ഓലും ചത്തെടുക്കുന്നത് അവിടെ തന്നെയാണ്. അതിൻ്റെയൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ, ഒറ്റ സ്ഥലമാണ് ഒക്കെ. നല്ലൊരു ഏതായാലും എന്നാ നബി എന്ത് പറഞ്ഞോ, ഈ മുക്കാളപ്പം കുഴിച്ചിട്ട സ്ഥലത്ത് ഇവിടുന്ന് കൊണ്ടുപോകും, നമുക്ക് മദീനെ കൊണ്ടുപോകും. ഇല്ല, ഒക്കെ ഒരു സ്ഥലമാണ്. നന്നാണ്ട് നഫ്സ. മനസ്സിലായോ പറഞ്ഞത്? നഫ്സ് നന്നായാൽ എൻ്റെ ഖബർ മദീനയാണ്. നഫ്സ് വൃത്തിയായ ഇടയായാൽ മദീനനെ പറ്റിച്ചതാണ്. ആണോ? അല്ലേ? നഫ്സ് നന്നായാൽ എടാ എൻ്റെ ഖബർ മദീനയാണ്. ഏതുകൊണ്ട്? ആ ഖബറിലെ സാഹിർ മുത്തുനബിയാണ്. ഇജ് മുഅ്മിനാണെങ്കിൽ നിന്റെ ഖബർ ആര് കാണും? അള്ളാന്റെ ഹബീബ് കാണും. നീ മുഅ്മിനാണെങ്കിൽ, റസൂലുള്ളാഹിക്ക് വേണ്ടി ജീവിച്ചനാണെങ്കിൽ, ഈ ലോകത്തെ അന്നെ ഖബറിൽ വെക്കുമ്പോൾ ആദ്യം പാഞ്ഞു വരില്ല ആരായിരിക്കും? മുത്തുനബി ആയിരിക്കും. കാരണം അള്ളാന്റെ റസൂലിൻ്റെ നാമത്തെ ഉയർത്താൻ വേണ്ടിയാണ് ഇജ് പണിയെടുത്തതെങ്കിൽ നീ അന്നെ ഖബറിലാണ് വെക്കുമ്പോൾ അവിടെ ആദ്യം വരുന്ന ആള് ഹബീബായ നബി. ആ ഹബീബായ നബിയെ നോക്കിയല്ലേ മുൻകർ നക്കീർ ചോദിക്കാം, മാ തഖൂലു ഫീ ഹാദാ റജുൽ. ദീവാനിലല്ലേ വാക്ക്? അതെ അതെ, ഹബീബായ നബി അതെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവിടെ വരും. ഹബീബായ റസൂലുള്ളാഹ് നല്ല വാക്ക് പറയണമെന്ന് പറഞ്ഞില്ലേ, ഹബീബായ റസൂലുള്ളാഹ് വരും. സ്വല്ലല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരും. അല്ലാഹുവിന്റെ ഹബീബ് വരും. ഹബീബിനെ നോക്കിയാണ് ഇസ്രായേൽ മുൻകർ നക്കീർ എന്ത് മാ തഖൂലു ഫീ ഹാദാ റജുൽ, ഈ ആളെ പറ്റി നീ എന്ത് പറയുന്നു? ഇയാളെപ്പറ്റി നീ എന്ത് പറയുന്നു എന്ന് നോക്കി പറയുക. മാ തഖൂലു ഫീ ഹാദാ റജുൽ, ഇയാളെപ്പറ്റി നീ എന്ത് പറയുന്നു? നീ മുഹമ്മദ് നബി എന്നൊരാളുണ്ടല്ലോ, ആളെപ്പറ്റി നല്ല ചോദിക്കാം. മാ തഖൂലു ഫീ ഹാദാ റജുൽ, അള്ളാന്റെ ഹബീബിൻ്റെ മൂമിനായ മനുഷ്യൻ മരിച്ചു കിടക്കുന്നിടത്ത് ആര് വരും? റസൂലുള്ളാഹ് വരും. അപ്പോൾ ഈ ആളെപ്പറ്റി ഹാദാ ഹബീബി അൽ മുസ്തഫ, എൻ്റെ ഹബീബല്ലേ എന്ന് എനിക്ക് പറയാൻ കഴിയും. ഇജ് ആർക്ക് വേണ്ടി ജീവിച്ചതാണെങ്കിൽ അള്ളാഹ്. അപ്പം എൻ്റെ നഫ്സോടെ ശുദ്ധിയായി. ഇജ് യുദ്ധം ചെയ്ത് കാര്യമില്ല. ഉഹദ് യുദ്ധത്തിൽ മരിച്ചു വീണപ്പോൾ എന്നെ പറ്റി റസൂലുള്ളാഹ് പറഞ്ഞു, ഒരാൾ പോക്കാന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ സേവനം എനിക്ക് ചെയ്യാൻ കഴിയുമോ? എനിക്ക് അങ്ങനത്തെ സേവനം ചെയ്യാൻ കഴിയും? ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹിന്റെ പക്ഷത്ത് നിന്നിട്ട് യുദ്ധം ചെയ്ത് മരിച്ച് വീണ മനുഷ്യനെ പറ്റി റസൂലുള്ളാഹ് എന്താ പറഞ്ഞത്?